സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതീം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശിവം ഓം ഗം ഗണപതയേ നമഃ. ഓം വഴിയായ വഴിയെല്ലാം ഓടിത്തളർന്നു ഞാൻ വഴിമുട്ടിത്തിരുനടയിൽ വന്നു നിൽക്കേ മാറോടണച്ചും വാരിപ്പുണർന്നും വഴികാട്ടിയാകുമമ്മ എൻ്റെ മുല്ലക്കലമ്മേ ശരണം. ശ്രീരാജരാജേശ്വരീ ശരണം 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 ശരണം. സുഹൃത്തുക്കളെ, 41ാമത് അഖില ഭാരത ഭാഗവത സത്രവേദിയിൽ വന്നിരിക്കുവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായി കരുതുന്നു. ആ ഭഗവാന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ സത്രം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് അഹോരാത്രം പണിപ്പെട്ട സത്ര സമിതിയുടെ ഭാരവാഹികൾ, പ്രതിസന്ധി ഘട്ടത്തിലും അതിനുവേണ്ടി ഭഗവാനിലെല്ലാം സമർപ്പിച്ചു നിന്ന അതിൻ്റെ സാരഥികൾ, അതോടൊപ്പം തന്നെ ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ സത്രസമിതിക്ക് ഒപ്പം നിന്ന പെരുന്തട്ട മഹാദേവ ക്ഷേത്ര ഭരണസമിതി, ഭക്തജനങ്ങൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവരും, ഒപ്പം തന്നെ ഇതിനു വേണ്ടി ഇതിൻ്റെ ഒരു നട്ടലായി പ്രവർത്തിക്കുന്ന നാരായണസ്വാമി, ഒപ്പമുള്ള യജ്ഞാചാര്യൻ കൂടിയായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽജി, എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇന്ന് ഭാഗവതത്തെക്കുറിച്ച്, അജാമിള ഉപാഖ്യാനത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ ഭഗവാന്റെ നിയോഗം. തീർച്ചയായിട്ടും എത്രയോ തവണ ഭാഗവത സപ്താഹ വേദികളിലൊക്കെ കേട്ടുപോയ, അല്ലെങ്കിൽ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതായ കഥകളാണ് ഇവിടെ കേൾക്കുന്നത്. എന്നിരുന്നാൽ പോലും പുരാണമെന്ന് പറയുമ്പോൾ 1000 വർഷം കഴിഞ്ഞാലും അത് ആ കാലഘട്ടത്തിൻ്റെ കഥയായി മാറുന്നു എന്നുള്ളതുകൊണ്ട് പുരാനവ എന്നാണ് പറയുക. എപ്പോഴും പുരാതനമായത് ആണെങ്കിൽ തന്നെ അതെന്നും നവമായി മാറുന്നു എന്നുള്ളതാണ് ഈ പുരാണത്തിൻ്റെ പ്രത്യേകത. സാധാരണ പുരാണത്തെക്കുറിച്ച് 5 ലക്ഷണങ്ങളാണ് പറയുന്നതെങ്കിൽ ഈ 18 പുരാണങ്ങളിൽ വ്യാസഭഗവാൻ അവസാനം വിരചിച്ചിട്ടുള്ളതായിട്ടുള്ള ഭാഗവതം 10 ലക്ഷത്തോടു കൂടിയതാണ്. അപ്പോൾ 10 ലക്ഷണത്തോടു കൂടിയ ആ ഭാഗവതമാണ്. കാരണം മഹാപുരാണം എന്നാണ് അതിനെ പറയുക. അത്രമാത്രം 17 പുരാണങ്ങൾ രചിച്ചിട്ടും അദ്ദേഹത്തിന് ലഭിക്കാതിരുന്ന ആ ആനന്ദം, ആ ഒരു ആത്മസംതൃപ്തി, കൃതാർത്ഥത, ഇതെല്ലാം ലഭിച്ചത് ഭാഗവതത്തിൻ്റെ രചനയിലൂടെയാണ്. കാരണം എന്താണ്? ഭഗവാന്റെ ലീലകളാണ് ഇത് പറയുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ സ്പർശിച്ചറിയുന്ന എല്ലാം ഭഗവാന്റെ ലീലകളാണെന്നുള്ള ആ ഒരു അനുഭവം, ആ അനുഭവമല്ല, അനുഭവത്തിൽ നിന്നുള്ളൊരു അനുഭൂതി തലത്തിലേക്ക് നമ്മളെ എത്തിപ്പിക്കുന്നതിൻ്റെ പേരാണ് മഹാഭാഗവതമെന്ന് തിരിച്ചറിയപ്പെടുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ടത് പഞ്ചമസ്കന്ധമാണ്. പഞ്ചമസ്കന്ധം, 12 സ്കന്ധങ്ങളെന്ന് പറയുമ്പോൾ ഭഗവാന്റെ 12 അവയവങ്ങളെന്നാണ് അതിനെ നിരൂപിച്ചിട്ടുള്ളത്. ആ പഞ്ചമസ്കന്ധത്തിൽ അതിന് സ്ഥാനം ആണ് ഇവിടെ വിവരിച്ചതെങ്കിൽ നമ്മൾ 6ാമത്തെ ഷഷ്ഠസ്കന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ അത് പോഷണത്തിലേക്ക് കടക്കുകയാണ്. പോഷണമെന്ന് പറയുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ അളവറ്റ കാരുണ്യസാഗരനായ
ആ ഭൂതദയയുടെ എന്താ പറയണ്ടേ രൂപമായിട്ടുള്ള ആ ഭഗവാന്റെ, കാരുണ്യസാഗരനായ ഭഗവാന്റെ അളവറ്റ അനുഗ്രഹം അതെങ്ങനെയാണ് ലഭിക്കുക എന്ന് 1000 കൈകളുമായി, നമ്മളൊരു കൈയല്ല, ഒരു വിരലല്ല, ആ വിരലിൻ്റെ അഗ്രമൊന്ന് നീട്ടാൻ ശ്രമിച്ചാൽ 1000 കൈകളുമായി ഓടിയെത്തുന്ന ഭഗവാനെ നമുക്കിവിടെ കാണാൻ പറ്റുമെന്നുള്ളതാണ് അജാമിളോപാഖ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. തീർച്ചയായിട്ടും അത് നമുക്കെല്ലാം മാർഗമാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് തന്നെ, ഭഗവാന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഭഗവാൻ തന്നെയാണ് ശരിക്കും കേൾക്കുക. കാരണം ആത്മാ തന്നെയാണ് പരമാത്മാ എന്ന് പറയുമ്പോൾ ആ ഭഗവാനല്ലാതെ ഇതൊന്നും വിവരിക്കാനാവില്ല എന്നുള്ളതാണ്. ഭഗവാന് മാത്രമേ പറ്റുകയുള്ളൂ. എങ്കിലും നിയോഗമനുസരിച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്കതനുസരിച്ച് പറയാനും കേൾക്കാനും ശ്രമിക്കാം. നാമജപത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നാമജപത്തിൻ്റെ പ്രാധാന്യം ഈ കലികാലത്തിൽ പൂന്താന നമ്പൂതിരി പറയുന്നു, മറ്റ് യുഗങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് കലിയുഗമെന്ന് പറയുമ്പോൾ ആ കലിയുഗത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്? മറ്റ് യുഗങ്ങളിൽ തപസ്സിനായിരുന്നു, യാഗാദി കർമ്മങ്ങൾക്കായിരുന്നു, പൂജകൾക്കായിരുന്നു ഒക്കെ പ്രാധാന്യമെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അശ്വമേധയാഗവും മറ്റും നടത്തിയ എത്രമാത്രം സമർത്ഥരായിട്ടുള്ള രാജാക്കന്മാർ നടത്തിയതിനെയൊക്കെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. തപസ്സിനെക്കുറിച്ച്, അർജുനൻ്റെയൊക്കെ തപസ്, കിരാതരുദ്രൻ അല്ലേ, അവിടെയൊക്കെ തപസ് ഏത് രീതിയിലായിരുന്നു? തപസ് എല്ലാം ഉപേക്ഷിച്ചുള്ള, പ്രാണൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള ആ ഒരു തപസ്, അതെല്ലാം കഴിഞ്ഞ് കലിയുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് പ്രാധാന്യം? കലിസന്ധരണോപനിഷത്ത് പറയുന്ന പോലെ നാമജപം, നാമം ജപിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് മറ്റൊന്നിനും പ്രാധാന്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ ആലോചിച്ചപ്പോൾ മനസ്സിൽ തോന്നിയ 2-3 വരികളൊന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് അജാമിളോപാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. നാരായണ 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 നാമം നമ്മെയുണർത്തുന്ന ദിവ്യൗഷധനാമം. നാരായണ 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 നാമം നമ്മെയുണർത്തുന്ന ദിവ്യൗഷധനാമം. നിത്യം ജപിച്ചിടിൽ നാരായണ മാർഗേ വേഗേ മിച്ചിടാം സത്യമതല്ലോ. നാരായണ 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 നാമം നമ്മെയുണർത്തുന്ന ദിവ്യൗഷധനാമം. ഭക്തപ്രഹ്ലാദനും ഋഷിനാരദർക്കും വഴികാട്ടിയ നാമമി നാരായണ നാമം. നാരായണ 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 നാമം നമ്മെയുണർത്തുന്ന ദിവ്യൗഷധനാമം. നിറയുന്നു കലിയുഗ ക്രൂരത കണ്ണിൽ, നിറയുന്നു കാതില രൗരവമേളം. കൽമഷക്കാടുകൾ തിങ്ങി വിങ്ങുമ്പോൾ നാഗ്മാഗ്നിയിലതു ചുട്ടരിച്ചിടാൻ. നാരായണ 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 നാമം നമ്മെയുണർത്തുന്ന ദിവ്യൗഷധനാമം. നിത്യം ജപിച്ചിടിൽ നാരായണ മാർഗേ വേഗം ഗമിച്ചിടാം സത്യമതല്ലോ. നിറയുന്നു കലിയുഗ ക്രൂരത കണ്ണിൽ, നിറയുന്നു കാതില രൗരവമേളം. കൽമഷക്കാടുകൾ തിങ്ങി വിങ്ങുമ്പോൾ നാമാഗ്നിയാലത് ചുട്ടരിച്ചിടാൻ. ജപിച്ചിടാം ഉച്ചത്തിൽ നാരായണ നാമം, സായുജ്യമേകൂമ സത്യമാം നാമം. നാരായണ 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 നാമം നമ്മെയുണർത്തുന്ന ദിവ്യൗഷധനാമം. നാരായണ നാമം നാരദ മഹർഷി അല്ലല്ലോ എല്ലായിടവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ നാരദ മഹർഷിയുടെ നാവിൽ നിന്ന് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് നാരായണ 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 എന്നുള്ള ആ നാമമാണ്. ആ നാരായണ നാമത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗവതം എന്ന് പറയും. പൊതുവേ ഭാഗവതം എന്ന് പറയുമ്പോൾ അജാമിളോപാഖ്യാനം അതിലേറ്റവും ശ്രേഷ്ഠമാണ്. നമ്മളിവിടെ ശുകബ്രഹ്മർഷിയുടെ മുന്നിൽ ഇരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജൻ. ആരാണ് ശുകബ്രഹ്മർഷി എന്ന് പറയേണ്ട കാര്യമില്ല അല്ലേ. ഒരുപക്ഷെ ഭക്തന്മാർ
ആചാര്യന്മാർ പറയുന്നത് വ്യാസമഹർഷിയേക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ള രീതിയിലാണ് ശുഗബ്രഹ്മർഷി അവതരിപ്പിക്കുക. അങ്ങനെയുള്ള ശുഗബ്രഹ്മർഷിയുടെ മുന്നിൽ നിന്ന് ആ തത്തയെപ്പോലെ തത്തയിൽ നിന്ന് കേൾക്കുന്ന അത്രമാത്രം മനോഹരമായി ദിവ്യമായിട്ട് ആ ശുഗബ്രഹ്മർഷിയുടെ മുന്നിലിരുന്നിട്ട് കേൾക്കുകയാണ് പരീക്ഷിത്ത്. ആരാണ് ഈ പരീക്ഷിത്ത്? ജീവിതത്തിൽ അല്ലേ ഭഗവാൻ എപ്പോഴാണോ, ഭഗവാൻ ഈ ഭൂമുഖത്തേക്ക് വരുന്നതിന് മുമ്പേ തടവറയിൽ നിന്ന്, അതിനു മുമ്പേ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പേ അമ്മയുടെ മുടിക്കുത്തിൽ പിടിച്ച് അല്ലേ തൻ്റെ മകന് വേണ്ടിയിട്ടാണ് അമ്മ അത് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ദേവകി അത് ഏറ്റുവാങ്ങേണ്ടി എന്ന് പറയുന്നത് പോലെ ഇവിടെ പരീക്ഷിത്ത് എന്താണ്? പരീക്ഷിത്ത് അമ്മയുടെ ഉദരത്തിൽ, ഉത്തരയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരീക്ഷണത്തിന് വിധേയമായപ്പോൾ സ്വസ്ഥാമാവിൻ്റെ ആ ബ്രഹ്മാസ്ത്രം വരുമ്പോൾ ഭഗവാന് വേണമെന്നുണ്ടെങ്കിൽ ഒരു സങ്കല്പം കൊണ്ട് അത് മറയ്ക്കാമായിരുന്നു, ഇല്ലാതാക്കാമായിരുന്നു. പക്ഷെ ഭഗവാന്റെ കാരുണ്യം, അതാദ്യമേ നമ്മൾ തുടങ്ങിയത്, ഭഗവാന്റെ അപാരമായ കാരുണ്യം, ആ കാരുണ്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഭഗവാൻ ഉദരത്തിൽ പ്രവേശിച്ചിട്ട് അത് തടയുക ചെയ്യുന്നത് സങ്കല്പം കൊണ്ട് അല്ലേ. സങ്കല്പം കൊണ്ട് തടയേണ്ടതിനെ നേരിട്ടെത്തി എത്രമാത്രം കാരുണ്യം ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരനുഭവം. അപ്പം അങ്ങനെയുള്ള പരീക്ഷിത്ത് എങ്ങനെയാവണം ജീവിക്കേണ്ടത്? അതൊരു ചോദ്യമാണ്. അങ്ങനെയുള്ള പരീക്ഷിത്ത് എങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ഈ ഭൂമുഖത്തേക്ക് എത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ ലഭ്യമാക്കപ്പെട്ടിട്ടുള്ള പരീക്ഷിത്തെ എങ്ങനെയാവണം? പരീക്ഷിത്ത് നമ്മളെപ്പോലെ സാധാരണക്കാരനല്ല, മഹാരാജനാണ്. ഒരു മഹാരാജൻ പെരുമാറുമ്പോൾ എങ്ങനെയാവണം അല്ലേ, അതെല്ലാം നമുക്ക് ഈ ഭാഗവതത്തിലൂടെ കിട്ടുക. എങ്ങനെയാവണം പെരുമാറ്റം? രാവിലെ സ്വാമിനിയുടെ പ്രഭാഷണത്തിൽ പറഞ്ഞു അതിനെക്കുറിച്ച്. ശാന്ത സ്വഭാവത്തിൽ, ശാന്തസ്വരത്തിൽ, സമചിത്തതയോടെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പെരുമാറ്റത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ പരീക്ഷിത്ത് അറിയാതൊരു നിമിഷം നമ്മളും ജീവിതത്തിൽ ഇങ്ങനെ വീണു പോകാം. പരീക്ഷത്തിനെ അവതരിപ്പിക്കുമ്പോൾ പരീക്ഷത്തിന് അങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് നമുക്കും അങ്ങനെ. ഞങ്ങളൊക്കെ എത്രയോ നിസ്സാരക്കാരാ. പരീക്ഷിത്ത് മഹാരാജന്, പാണ്ഡവവംശത്തിൻ്റെ അല്ലേ അഭിമാനമായിട്ടുള്ള പരീക്ഷത്തിന് ഇങ്ങനെ പറ്റിയാൽ ഞങ്ങൾക്കൊക്കെ അങ്ങനെയല്ല, പരീക്ഷത്തിനും പറ്റി, നമുക്കും പറ്റാം. ആലപ്പുഴയിൽ അരിപ്പാടിനടുത്ത് കരുവാറ്റ എന്നൊരു സ്ഥലമുണ്ട്, വലിയൊരു വളവുണ്ട് അവിടെ. ആ വളവിലൂടെ വണ്ടി ഓടിച്ച് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മുന്നറിയിപ്പ് ബോർഡ്, ഒരു അപായ ബോർഡ് കാണാം. 2010 ഇവിടെ വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു. ഒരു തലയോട്ടിയും 2 കൈകളും ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അപായ ചിഹ്നം. എന്തുകൊണ്ടാ? ഓടി വരുന്ന 80-ലും 90-ലും ആക്സിലേറ്ററിൽ കാല് അമർത്തി ഇങ്ങനെ പാഞ്ഞു വരുന്ന ആ വാഹനം ഇത് കാണുമ്പോൾ ഒരു പേടിയുണ്ടായി. ആ ഡ്രൈവർ കാലൊന്ന് അമർത്തണം. എവിടെ അമർത്തണം? ബ്രേക്കിലേക്ക് പോകണം, കാല് വണ്ടി നിയന്ത്രിക്കണം. കാരണം എന്താ? ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചു. ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ സംഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളിലേക്ക് ഇങ്ങനെ ആകരുത്, നിനക്കെങ്ങനെ ആവരുത്, നിനക്ക് ഈ ശാപം ലഭിക്കരുത്, എനിക്ക് ഈ ശാപം ലഭിക്കും, നമുക്ക് ആ ശാപം ലഭിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ശുഗബ്രഹ്മർഷിയുടെ മുന്നിലിരിക്കുന്ന ആ പരീക്ഷിത്ത് മഹാരാജൻ്റെ ഇരിപ്പ് കണ്ടാൽ, ജലപാനം പോലും ഉപേക്ഷിച്ചിട്ട് ഇരിക്കുന്നത് കണ്ടാൽ, ഈ ജ്ഞാനാമൃതം, ആ ജ്ഞാനാമൃതത്തിൽ സ്നാനം ചെയ്ത് അത് രസിച്ച് കുടിച്ച് അങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ, അക്ഷരം അല്ലെങ്കിൽ വാക്കുകൾ എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അത്രമാത്രം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഇതിന് വലിയ സുഗന്ധമുണ്ടെന്ന് തോന്നും. ആ ഘ്രാണശക്തി മുഴുവൻ എടുക്കുന്നത് പോലെ മുഖം, ആ മുഖത്ത് മുന്നിൽ നിൽക്കുന്ന മൂക്കാണെങ്കിൽ ആ മൂക്ക് പരമാവധി അടുപ്പിച്ച്, പിന്നെയോ ഇതിന് ഈ വാക്കുകൾക്ക് സ്പർശന ശക്തി ഉണ്ടെന്ന് തോന്നും. അത്രമാത്രം ഈ ത്വക്കിനെ മുന്നോട്ടാക്കി എങ്ങനെ തന്നെ പൂർണ്ണമായി അതിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ പരീക്ഷിത്ത് മഹാരാജൻ്റെ മുന്നിലാണ് ശുഗബ്രഹ്മർഷി ഭാഗവതം കഥ പറയുന്നത്. നമ്മളും അങ്ങനെയാണോ, അങ്ങനെ ആകണം എന്നാണ് അതിൽ നിന്ന്. ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ എങ്ങനെയാവണം? ഇങ്ങനെയാവണം. കാരണം ഏറ്റവും പ്രധാനം ഏതാണ്? ഭക്തിയിൽ ഏറ്റവും പ്രധാനം ഏതാണ്? ഭക്തപ്രഹ്ലാദൻ നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണത്? ആദ്യം തുടങ്ങേണ്ടത് എവിടെയാണ്? അതിനാണ് നമ്മൾ ഈ സപ്താഹം, ഭാഗവത സപ്താഹം നടത്തുന്നത്, സത്രം നടത്തുന്നത്. കേട്ട് 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 ആ പാത്രത്തിലേക്ക് ജലം വീഴുമ്പോൾ മാലിന്യം പതിയെ പതിയെ, ഒരുമിച്ചല്ല, പെട്ടെന്നല്ല അല്ലേ, പതിയെ പതിയെ ജലം വീണ്, ടാപ്പിൽ നിന്ന് ജലം വീണ് വീണ് പാത്രത്തിലെ മാലിന്യം ഒഴുകി പരന്നു പോകുന്നത് പോലെ, ഇല്ലാതാകുന്നത് പോലെ നമ്മുടെ മനസ്സാകുന്ന പാത്രത്തെ ശുദ്ധമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് പ്രയത്നങ്ങളിലൂടെ ഇത്തരം സത്രങ്ങൾ അല്ലേ, സത്രം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. 41-ാമത്തെ ഒന്ന് ആലോചിച്ച് നോക്കാം, 41. ഒരു പുരുഷന് 41 വയസ്സെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ വിദ്യാഭ്യാസം അല്ലേ,
ആ പഠനം കഴിഞ്ഞ് ജോലി നേടി കുടുംബമായി കുട്ടികൾ ഒക്കെയായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. ജീവിതത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു അവസ്ഥയാണ് 41 വയസ്സ്. അപ്പോൾ നമ്മുടെ സത്രം അത്രമാത്രം ഗംഭീരമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഒരുപാട് പേരുടെ പ്രയത്നത്തിനൊപ്പം നമ്മുടെ പ്രയത്നം കൂടി ഉണ്ടാകും. നമ്മുടെ സഹകരണം മതി, പ്രയത്നമില്ലെങ്കിലും അങ്ങനെ സഹകരണം കൂടി ഉണ്ടാകുമ്പോഴേ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ. അജാമിളൻ്റെ കഥയെന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, എന്താണ് അതിൻ്റെ നാമശക്തി, എന്താണ് നാമത്തിന് ശക്തിയുണ്ടോ അല്ലേ? നാമത്തിന് എന്തെങ്കിലും ശക്തിയുണ്ടോ? നാമം എന്താണ്? നാമപാരായണത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതെങ്ങനെയാണ്? അത് ബോധ്യപ്പെടുത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അജാമിളോപാഖ്യാനം ഷഷ്ഠസ്കന്ധത്തിൽ പറയുന്നത്. പഞ്ചമസ്കന്ധത്തിൽ കൂടെ പറഞ്ഞാലേ നമുക്ക് അതും കൂടി ബന്ധപ്പെടുത്തിയാലേ ഈ ഷഷ്ഠസ്കന്ധത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കും. കാരണം എന്തായാൽ ഇപ്പം പറഞ്ഞു കേട്ടു നമ്മളല്ലേ, ഭരതചരിതം കേട്ടു, ഭരതരഘുഗണ സംവാദം ഇതെല്ലാം കേട്ടു. ഭരതൻ അങ്ങനെ സംഭവിച്ചു, ഭരതൻ ഇങ്ങനെ സംഭവിച്ചു, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരിക. ഭരതൻ നമ്മളെപ്പോലെ നിസ്സാരക്കാരനായിരുന്നില്ല, വളരെ ശ്രേഷ്ഠനായിരുന്നു. അത്രമാത്രം ശ്രേഷ്ഠനായ ഭരതന് പോലും ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ നമ്മൾ നിസ്സാരക്കാരായ അല്പായുസ്സുക്കളായിട്ടുള്ള അല്ലേ നമുക്ക് സംഭവിച്ചു കൂടെ? ആ ഒരു മുന്നറിയിപ്പ് തരിക. അപ്പോൾ ഭരതന് പോലും എല്ലാം ഉപേക്ഷിച്ച്, കോട്ടകൊത്തളങ്ങൾ, അധികാരം, പണം എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഭഗവാനെ ജപിക്കുവാൻ ധ്യാനിക്കുവാൻ പോയിട്ട് അവസാനം ആ ഭരതന് ഭഗവാന്റെ അടുക്കിലേക്ക് ജപിക്കാനല്ല, ധ്യാനിക്കാനല്ല, ഒരു മാനിനെ കിട്ടിയപ്പോൾ മാനിൻ്റെ പിന്നാലെ പോയി, മനസ്സുപോയി, പിന്നീടത് മാനായി ജനിക്കേണ്ടി വരിക. നീ എന്ത് ചിന്തിക്കുന്നുവോ നീ അതായി മാറുന്നു. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് തന്നെയായി മാറുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. അജാമിളിൻ്റെ കഥ പറയുമ്പോഴത്തേക്ക് ശുഗബ്രഹ്മർഷിയോട് പരീക്ഷിത് രാജൻ പറയുന്നുണ്ട്, നേരത്തെ നരകങ്ങളെ വർണ്ണിച്ചു. ആ 5-ാം സ്കന്ധത്തിൽ അവസാനമാകുമ്പോൾ നരകവർണ്ണനയാണ്. തമിശ്രം, അന്ധതാമിശ്രം, രൗരവം തുടങ്ങിയിട്ട് മഹാരൗരവം തുടങ്ങി കുംഭീഭാഗം തുടങ്ങി 28 നരകങ്ങളെക്കുറിച്ച് പറയുക. 28 ആണോ നരകങ്ങൾ? അല്ല, പിന്നെയുമുണ്ട്, 100 കണക്കിന് അല്ല, 1000കണക്കിന് നമ്മുടെ ഓരോ കർമ്മത്തിന് പാകമായ പരിവക്കുമായ നരകങ്ങളുണ്ട് അല്ലേ? എല്ലാ കമ്പനികളും ലോക്ക് നിർമ്മിക്കുമ്പോൾ പൂട്ട് താഴ് അല്ലേ പല പേര് പറയാം. അത് നിർമ്മിക്കുമ്പോൾ ഇന്ന് 5 പൂട്ട് 5 താഴ് അങ്ങനെയല്ല കൊടുക്കുക, അതിൻ്റെ കൂടെ കീ കൂടിയുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. ഏത് കർമ്മം ചെയ്താലും അതിന് ഉണ്ട്, നരകമുണ്ട്. അത് വളരെ വിശദീകരിച്ചു. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സംശയമുണ്ടാകും. എന്താണ് അദ്ദേഹത്തിൻ്റെ സംശയം? പ്രായശ്ചിത്തം ചെയ്താൽ ഈ നരകങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? അതെങ്ങനെയാണ് കഴിയുക? പ്രായശ്ചിത്തം ചെയ്താൽ കഴിയുമോ എന്ന് ചോദ്യത്തിനുള്ള മറുപടി ശിവൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രായശ്ചിത്തം ചെയ്യുക? ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ വ്രതം, ഏകാദശി അടക്കമുള്ള വ്രതം നോക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ സാധനയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ പ്രായശ്ചിത്തം നിർവഹിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രായശ്ചിത്തം ചെയ്താൽ എന്താ സംഭവിക്കുക? പ്രായശ്ചിത്തം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളെയും പാപം ചെയ്യാം. നമുക്കൊരു ഗുണം അതാ അല്ലേ? കാരണം പ്രായശ്ചിത്തം ചെയ്തു, ഇന്ന് പാപം ചെയ്തു, നാളെ പ്രായശ്ചിത്തം ചെയ്തു, മറ്റന്നാൾ വീണ്ടും നമുക്ക് തുടങ്ങാം, അങ്ങനെയല്ലേ എന്നുള്ള സംശയം ചോദിക്കുക. അങ്ങനെയുള്ള സംശയം ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് ഈ അജാമിള കഥ പറയുന്നത്. ക്വചിന്യവർത്തതേ ഭദ്രാത് ക്വചിച്ചരതി തൽപുന പ്രായശ്ചിത്തമധോ പാർത്ഥം മന്യേ കുഞ്ചര ശൗചവത്. കുഞ്ചര ശൗചവത്, ആനകുളി എന്ന് നമ്മൾ പറയും. ആനയുടെ കുളി എങ്ങനെയാ? ആനയെ പാപ്പാൻ 2 മണിക്കൂർ കൊണ്ട് തൊണ്ടൊക്കെ ഇട്ട് തേച്ച കല്ലൊക്കെ ഇട്ട് ഒരച്ച നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ച് കഴിയുമ്പോൾ ആന എന്ത് ചെയ്യും? പാപ്പാൻ്റെ കണ്ണു വെട്ടിച്ച് തുമ്പിക്കൈയും കൊണ്ട് നീട്ടി ആ മണ്ണെല്ലാം കൂടെ വാരി. ഇത് തന്നെയല്ലേ ഈ കുഞ്ചര ശൗചവത്, ആനക്കുളി അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ പശ്ചാത്താപം എന്ന് പറയുന്നത്? ഇന്ന് പശ്ചാത്താപം ചെയ്തു, നാളെ വീണ്ടും പാപം ചെയ്തു. ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുക. അങ്ങനെ ആ പ്രയോജനമുണ്ടോ പ്രയോജനമില്ലേ അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാനായിട്ടുള്ള താല്പര്യമാണ് നമുക്കിവിടെ കാണുന്നത്. പരീക്ഷിത്ത് മഹാരാജന് വളരെ ശ്രദ്ധാപൂർവമാണ്. കാരണം ഒരു ആചാര്യനോട് ചോദിക്കുമ്പോൾ ആചാര്യൻ അതിൻ്റെ അരിശ്രീ മുഴുവൻ അവസാനക്ഷരം വരെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയല്ല. കേൾക്കുന്ന ആ പാത്രമനുസരിച്ച് വിളമ്പുക എന്ന് പറയും. ആവശ്യക്കാരന് കൊടുക്കണം. അവന് സംശയമുണ്ടെങ്കിൽ വീണ്ടും പറയണം, വീണ്ടും വീണ്ടും ചോദിച്ചാൽ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കണം. നമുക്ക് സംശയമില്ല, നമ്മൾ ചോദിക്കുന്നില്ല, പറയാനും ആരുമുണ്ടാവില്ല. അപ്പോൾ പരീക്ഷിത്ത് അങ്ങനെയല്ല, ഓരോ ചെറു കാര്യങ്ങൾ പോലും സംശയങ്ങളിലൂടെ ചോദിച്ച് പൂർണ്ണത വരുത്തുകയാണ്. ഇനി തൻ്റെ മുന്നിൽ ഒന്നുമില്ല, ഒരു മോഹവുമില്ല, നഷ്ടോമോഹ അവസ്ഥയിലാണ്.
മോഹസ്യ ക്ഷയം മോക്ഷം അല്ലേ? മോഹസ്യ എല്ലാ മോഹങ്ങളും എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ നിന്ന്, ചിന്തകളിൽ നിന്ന്, ഭാവനകളിൽ നിന്ന്, സങ്കല്പങ്ങളിൽ നിന്ന്, വിചാരങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്, അപ്പോഴാണ് മോക്ഷാവസ്ഥയിലേക്ക് എത്താൻ പറ്റുക. അയ്യോ നാളെ കഴിഞ്ഞിട്ടാവട്ടെ, എന്താ എൻ്റെ പേരക്കിടാവിൻ്റെ കല്യാണം നാളെയാ. ആ ശരി, അപ്പം നാളെ കഴിഞ്ഞാൽ റെഡിയല്ലേ? നാളെ കഴിഞ്ഞാൽ മുത്തശ്ശി റെഡിയാ. അപ്പോഴാണ് മുത്തശ്ശി പറയുന്നത്, എന്താ ദേ കുഞ്ഞായി, കുഞ്ഞു പിറന്നു. ആ കുഞ്ഞിനെ 28 കെട്ടേണ്ടത് ഞാനല്ല, ഞാൻ 28 കെട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു നമ്മൾ എന്താണ് ഭൗതികമായിട്ടുള്ള ലൗകികമായ ചിന്തകളിൽ, സ്വപ്നങ്ങളിൽ ഇങ്ങനെ വിഹരിച്ച് നമ്മൾ യഥാർത്ഥമായ നമ്മുടെ ആത്മാവിൻ്റെ വഴി വിട്ടുപോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ഇവിടെ പറയുന്നത്? നമ്മളിങ്ങനെ പാപം ചെയ്ത് പാപം കൂട്ടി വീണ്ടും നരകത്തിൽ ചെന്ന്, നരകത്തിൽ നിന്ന് ആ പാപകർമ്മങ്ങളുടെയൊക്കെ ഫലം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വന്നു. ഇങ്ങനെ മരണചക്രം, ജനനം മരണം, മൺഡേ ടു സൺഡേ എന്ന് പറയുന്ന പോലെ ജനുവരി മുതൽ ഡിസംബർ, വീണ്ടും ജനുവരി, അല്ലെ, ചിങ്ങം കർക്കിടകം, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ചക്രത്തിൽപ്പെട്ട് നിൽക്കുക നാം. അപ്പോൾ ആ ഒരു സംശയം ചോദിക്കുകയാണ്. അങ്ങനെ സംശയം ചോദിക്കുമ്പോൾ അതിന് പറയുകയാണ്, തപസാ ബ്രഹ്മചര്യേണ ശമേന ചതമേന ച ത്യാഗേന സത്യശൗചാഭ്യാം യമേന നിയമേന ച. കുറേ കാര്യങ്ങളുണ്ട്, സാധനകളുണ്ട്. ഈ സാധനങ്ങളുടെ വഴിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഏതാണ്? ഈ പറഞ്ഞ സാധനകൾ ചെയ്യണം. ഏത് സാധനങ്ങൾ? തപസ് ചെയ്യണം. തപസ്സെന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഏകദശാദി വ്രതങ്ങൾ നോൽക്കുക അല്ലേ? അതൊക്കെ ഒരു സാധനയുടെ വഴിയാണ്. സാധ്യത്തിൽ നേരത്തെ പറഞ്ഞു നിർത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? സാധ്യം, സാധന, സാധകൻ, അതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാനായിട്ട്. പിന്നെ ബ്രഹ്മചര്യം നമ്മൾ എങ്ങനെ ശുദ്ധി പാലിക്കുക, മനസ്സുകൊണ്ട്, ഭാവനയിൽ, ശരീരം കൊണ്ട് ആ ശുദ്ധി പാലിക്കുക. ശമേനച ദമേനച, ശമവും ദമവും രണ്ടും ഒരുപോലെ. എങ്ങനെയാണ്? ആന്തരികമായ ഇന്ദ്രിയങ്ങളെ അടക്കുക, ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ പിടിച്ചു കെട്ടുക. അതാ ഏറ്റവും പ്രധാനം. ശമം എന്ന് പറയുമ്പോൾ ആന്തരികമായിട്ടുള്ളതാ, മനസ്സാ. ഇവിടെ ഇരുന്ന് ഭാഗവതം മുഴുവൻ കേൾക്കുന്നു എന്ന് കസേരയിലിരുന്ന് വിചാരിക്കുമ്പോൾ തന്നെ വീട്ടിൽ അടുക്കള വാതിൽ അടച്ചായിരുന്നു അല്ലേ? കുറുവാ സംഘം ഏതോ സംഘങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാതിലടച്ചോ, പശുവിനെ തൊഴുത്തിൽ തന്നെ കെട്ടിയോ, തെങ്ങിൻ്റെ ചുവട്ടിൽ കെട്ടിയിട്ടല്ലേ വന്നത്, ഗ്യാസ് ഓഫ് ഇങ്ങനെയുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയുണ്ടോ? ശരീരമുണ്ട്. മനസ്സെവിടെയാ? വേറെ എവിടെയോ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ എങ്ങനെ ചുറ്റിക്കറങ്ങുന്ന മനസ്സിനെ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. എങ്ങോട്ട് കൊണ്ടുവരണം? നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. ഭഗവന്മുഖമാക്കണം, ഭഗവാനിലേക്ക് അഭിമുഖമാക്കി വെക്കണം. അപ്പോൾ ഈ ചിന്തകളിൽ നിന്ന് പതിയെ തിരകൾ അടങ്ങുന്നത് പോലെ മനസ്സ് അടങ്ങുമെന്നാണ് പറയുന്നത്. ശമേനച ദമേനച, ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ കണ്ണങ്ങോട്ട് ഓടിപ്പോവുക. കണ്ണ് പോകുന്നതിന് മുമ്പേ വണ്ടിയുടെ ഒച്ച കേട്ട കാണാൻ പറ്റുന്നില്ല, കാരണം അവിടെ മറഞ്ഞിരിക്കുക. പക്ഷേ കാത് കേൾക്കാം, കാത് ഓടിപ്പോയി അങ്ങോട്ട്. ആദ്യം പോകുന്ന കാതാണ്. ശബ്ദം അല്ലേ? എവിടെയോ വെടിയൊച്ച കേട്ടു, എന്താ കാക്ക കരയുന്നു, ശബ്ദമാണ് ആദ്യം വരുന്നത്. അപ്പോൾ ആ ശബ്ദം മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. അതിൻ്റെ പിന്നാലെ മനസ്സ്, കണ്ണു പോകുന്നു, കണ്ണിൻ്റെ പിന്നാലെ പോകുന്നു. അതുകൊണ്ട് കണ്ണിന് കുറേ ഓമന പേരുകളുണ്ട്. കാരണം എന്താ? നമ്മുടെ നേതാവാ, നയിക്കുന്നവനാ. അതുകൊണ്ട് നയനമെന്ന് പറയുന്നു, നേത്രമെന്ന് പറയുന്നു, മിഴി, കണ്ണ്, എല്ലാം എന്തുകൊണ്ടാണ് പറയുന്നത്? ഇതെല്ലാം ഈ കണ്ണ് നമ്മളെ പലപ്പോഴും, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ, പക്ഷേ കണ്ണ് കൊണ്ടുപോയി. ഞാനത് കേൾക്കുന്നില്ല കേട്ടോ, പക്ഷെ കേൾക്കാൻ തയ്യാറായി, കാത് അതിന് കൊടുത്തു. അപ്പം ഇങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? പക്ഷെ നിയന്ത്രിച്ചാൽ ഇതിന് പരിഹാരമാകുമെന്ന ത്യാഗം ചെയ്യുക. മറ്റുള്ളവർക്ക് ഭക്ഷണമാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് സമ്മാനിച്ച്, എൻ്റെ ഭക്ഷണമാണ് പക്ഷെ എൻ്റെ അല്ല, ഇതെല്ലാവരുടെയാണ്. സർവഭൂത ഹിതേരത, സർവഭൂതവും അല്ലേ? എല്ലാത്തിനെയും മനസ്സിലാക്കുമ്പോൾ അത് തന്നെ ഞാൻ തന്നെ അത്. ശബരിമലയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, തത്വമസി. അപ്പോൾ ഞാൻ വേറിട്ടതല്ല, ഞാൻ വേറിട്ടതാകുമ്പോഴാണ് എനിക്ക് വേണമെന്ന് തോന്നുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ, അത് ഭക്ഷിച്ചു കഴിയുമ്പോൾ, അന്യനായിട്ടുള്ള ഒരാൾക്ക് കഴിച്ചു കഴിയുമ്പോൾ മുഖത്ത് കാണുന്ന ആ പ്രസാദം, ആ സംതൃപ്തി കാണുമ്പോൾ, ഈശ്വര, എത്രയോ വർഷങ്ങളായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ അത് കൊടുത്തപ്പോൾ ആ മുഖത്തുണ്ടായൊരു സംതൃപ്തി ഇതുവരെ ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടില്ല അല്ലേ? അപ്പം അങ്ങനെ ത്യാഗം ചെയ്യാനായിട്ട് സത്യശൗചാഭ്യാം, സത്യം, യഥാർത്ഥമായ ഭാഷണത്തിലൂടെ ആ സത്യത്തിലേക്ക് എത്തുക. പിന്നെ ശുചി, പ്രാതസ്നാനം ഉൾപ്പെടെയുള്ള ശുചി, നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ എന്താണ്? അഹിംസ,
യമേന നിയമേന ച. എല്ലാം നമ്മുടെ അഹിംസ എന്ന് പറയുമ്പോൾ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലേ, സത്യവും അഹിംസയുമാണ് എൻ്റെ ദൈവങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് അനാസക്തി യോഗമെന്ന വ്യാഖ്യാനം നൽകിയ നമ്മുടെ രാഷ്ട്രപിതാവ് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഭഗവത്ഗീത അല്ലേ, അദ്ദേഹത്തെ ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ അകറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനാസക്തി യോഗം മനോഹരമായി ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അമ്പാവടി കാമ്മ അത് മലയാളത്തിലേക്ക് വളരെ വിശദമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അഹിംസ എന്ന് പറയുമ്പോൾ ക്രൂരത അത് നേരിട്ടുള്ള പ്രത്യക്ഷമായതല്ല. അതൊന്ന് കുറേ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ എങ്ങനെ? വിചാരത്തിൽ. എൻ്റെ ശത്രുവിനെ കാണുമ്പോൾ ആദ്യം ഞാൻ തീരുമാനിച്ചു ശത്രുവാണ്. അപ്പോൾ പിന്നെന്താ? ശത്രുവിനൊന്നും കിട്ടരുത്, എനിക്ക് കിട്ടിയില്ലേലും ശത്രുവിന് കിട്ടരുതേ. അപ്പോൾ അതെന്തായി? അത് തന്നെ ഒരു അഹിംസയായി മാറി. അപ്പോൾ ഭാവന നമ്മൾ ശ്രദ്ധിക്കണം. ഭാവന കൊണ്ട് അഹിംസ ചെയ്യാൻ പാടില്ല, നമ്മുടെ ചിന്തയിൽ പാടില്ല, നമ്മുടെ സങ്കല്പത്തിൽ പാടില്ല. കാരണം എല്ലാത്തിൻ്റെ വിത്ത് എവിടെ കിടക്കുക? തെങ്ങിൻ്റെ വിത്ത് എവിടെയാ? അത് അടിയിലുണ്ട്, അവിടെ നിന്നാണ്. അല്ലെങ്കിൽ ഒരു മാവാകുമായിരുന്നു. കുഴിച്ചിട്ടത് നാളികേരമായതുകൊണ്ടാണ് അത് തെങ്ങായത്. അപ്പം അതിൻ്റെ ഫലമേ അത് പുറപ്പെടുവിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ഭാവനയെ ശ്രദ്ധിക്കണം, സങ്കല്പത്തെ ശ്രദ്ധിക്കണം. അങ്ങനെ സങ്കല്പത്തെ ശ്രദ്ധിക്കുമ്പോഴാണ് അതിൽ നിന്ന് വളർന്നു വരുന്ന വാക്ക്. പിന്നീട് രണ്ടാമത്തെ കാര്യം, ഞാൻ നാളെ ഉച്ചയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സത്രത്തിന് പോവുക കേട്ടോ, പറഞ്ഞു കേട്ടോ, മൂളുന്നില്ല. അവിടുന്ന് ഒരു മൂളലൂടെ കിട്ടണം അല്ലേ? അപ്പം അതിന് 2-3 ദിവസം മുമ്പേ എൻ്റെ ഭാവന ഉണ്ടായി സത്രത്തിന് പോകണം. പക്ഷെ അവിടുന്ന് മുറിയിൽ നിന്ന് ഒരു മൂളൽ കേട്ടാലേ അനുമതി ആകുകയുള്ളൂ. അപ്പം ആദ്യം സങ്കല്പം, രണ്ടാമത് വാക്ക്, പിന്നീടാണ് എന്താകുന്നത്? സങ്കല്പത്തിൽ നിന്ന്, വാക്കിൽ നിന്ന് പ്രവൃത്തി ഇവിടെ എത്തി അല്ലേ? അതിൻ്റെ ഫലം ഭഗവാൻ തരും. അപ്പം എന്ന് പറയുന്നത് പോലെ അടിസ്ഥാനം എന്താണ്? ആധാരം എന്ന് പറയുന്നത് ഭാവനയാണ്, സദ്ഭാവന. ആ സദ്ഭാവന ശീലിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഈ പാപങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്നാണ് ശുഗ ബ്രഹ്മർഷി പരീക്ഷിത്ത് രാജനോട് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ തന്നെ, ഇങ്ങനെ ഈ ഒരു വിശദീകരണം നൽകുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തപസ്സനുഷ്ഠിക്കുക എല്ലാവർക്കും കഴിയുന്ന കാര്യമാണോ അല്ലേ? വ്രതം നോക്കുക. വ്രതം എടുക്കണമെന്ന് പറയുന്നു, പക്ഷേ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആ ദുർബലമായിട്ടുള്ള മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്നതല്ല. മനസ്സിങ്ങനെ കലങ്ങി മറിഞ്ഞ കടൽ പോലെ നിൽക്കുക. അതുകൊണ്ട് തന്നെ അത് സാധ്യമല്ലാത്ത അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റുന്നില്ല? ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാകുന്നില്ല. നേരത്തെ പറഞ്ഞു, ബാഹ്യമായ ഇന്ദ്രിയത്തെയും ആന്തരികമായ ഇന്ദ്രിയത്തെയും. അവിടെ മനസ്സുണ്ട്, മനസ്സ് ഏറ്റവും പ്രധാനമാണ്. അത് കുതിരയെപ്പോലെ പാഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു വഴി കൂടെ എങ്ങും അല്ല പോകുന്നത്. കുതിര സാധാരണ ഒരു വഴിക്കേ പോവുകയുള്ളൂ. നമ്മുടെ മനസ്സാകുന്ന കുതിര ഏതൊക്കെ വഴികളിലൂടെയാണ് പാഞ്ഞു പോകുന്നത് നമുക്ക് തന്നെ അറിയില്ല, നമുക്ക് തന്നെ അതിനെ പിന്തുടരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തപസ്സുകൊണ്ട് ഈ പാപങ്ങളെ പരിഹരിക്കാൻ പറ്റും. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താ? അത് നമുക്ക് ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം ആർക്കാണോ ഉള്ളത്, ഭക്തിയോടുകൂടി ആ അനുഷ്ഠാനങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ. ഞാനിത് ചെയ്തു കേട്ടോ, ഞാൻ എല്ലാവരും ഏകാദശി വ്രതം, ഞാനും എന്നാ ഗുരുവായൂർ ഏകാദശി അല്ലേ, ഞാനും ഏകാദശി, എല്ലാവരും സ്കന്ദഷഷ്ടി, പിന്നെ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഗ്രാമത്തിലുള്ള എല്ലാവരും എടുത്ത് പിന്നെ ഞാനായിട്ട്. അങ്ങനെയല്ല. ഭഗവാനിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട്, പൂർണ്ണമായിട്ട് മനസ്സർപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമുക്കത് എടുക്കാൻ, നമുക്ക് ആ വ്രതങ്ങൾ നോൽക്കാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് വീഴും, ഭഗവാനിലേക്ക് എത്താനായിട്ട് സാധ്യമല്ല എന്നർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭഗവാനിൽ പൂർണ്ണമായ മനസ്സ് നമ്മൾ അർപ്പിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ അത് സാധ്യമാകും. സകൃന്മന കൃഷ്ണപദാരവിന്ദയോർ നിവേശിതം തദ്ഗുണരാഗിയൈരിഹ നദേയമം പാശഭൃതശ്ച തദ്ഭടാൻ സ്വപ്നേപി പശ്യന്തി ചീർണ നിഷ്കൃത. അവിടെ പറയുകയാണ്, ആ ഭഗവാന്റെ പരമാർത്ഥമായ ആ സ്വരൂപത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും, അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ? പഞ്ചസാര കഴിക്കുമ്പോൾ ഇത് പഞ്ചസാരയാണ് എന്ന് അറിയാതെ കഴിച്ചാലും മധുരം നാവിൽ അനുഭവപ്പെടും. കുട്ടികൾക്ക് ഹോമിയോ മരുന്ന് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? മരുന്നാണ് മോൻ ഇങ്ങി വന്നേ മരുന്ന് കുടിക്കൂ, അല്ലതേ പഞ്ചസാര തരാം, കൽക്കണ്ടം തരാം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുക. അവനത് പഞ്ചസാരയാണെന്ന് കരുതി കഴിച്ചാലും എന്താണ്, കഴിച്ചില്ലെങ്കിലും എന്താണ്, മരുന്നേൽക്കും എന്ന് പറയുന്നത് പോലെയാണ്
ഭഗവാന്റെ നാമമെന്ന് പറയുന്നത്, ഭഗവാനെക്കുറിച്ചുള്ള സ്മൃതി എന്ന് പറയുന്നത്, സമർപ്പണമെന്ന് പറയുന്നത്, അത് ഒരു തവണ ആ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സങ്ങ് എത്തിയാൽ, അങ്ങനെ അങ്ങ് സമർപ്പിക്കാൻ തയ്യാറായാൽ പിന്നെ അതങ്ങ് ആ വഴിക്ക് പോയിക്കൊള്ളും. അങ്ങനെയുള്ളവരെ ഒരിക്കലും എന്തു വരില്ല? കാലപാശമേൽക്കില്ല. കാലൻ്റെ, യമധർമ്മൻ്റെ കിങ്കരന്മാർ അവരുടെ അടുക്കിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ സമർപ്പണം, ഭഗവാനില്ല ഭക്തിയോടുകൂടി സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആമുഖത്തിൽ നിന്നാണ് അജാമിളോപാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാന്യകുബ്ജേതിജ കശ്ചിദാസീപതിരജാമിള നാംനാ നഷ്ട സദാചാരോ ദാസ്യ സംസർഗദൂഷിത. അജാമിളൻ എന്തായിരുന്നു? അജാമിളൻ്റെ അവസ്ഥ എന്താണ്? എങ്ങനെയാണ് അജാമിളൻ ഇങ്ങനെയായത്? അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാണ് കന്യാകുബ്ജം എന്ന് പറയുന്ന പട്ടണത്തിൽ. കന്യാകുബ്ജം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ യു പിയിലാണ് കന്യാകുബ്ജം. അതിനൊരു ഐതിഹ്യം പറയുന്നുണ്ട്. കന്യാകുബ്ജത്തിൻ്റെ ഇന്നത്തെ പേര് കാനൂജ് അങ്ങനെയൊക്കെയാണ് അതറിയപ്പെടുന്നത്. പണ്ട് മഹോദയപുരം എന്നായിരുന്നു ഇതിൻ്റെ പേര്. മഹോദയപുരം, കന്യാകുബ്ജത്തിന് മുമ്പ് മഹോദയപുരമായിരുന്നു. ബ്രഹ്മപുത്രനായിട്ടുള്ള കുശൻ, ആ കുശന് വൈദർഭിയിൽ 4 മക്കളുണ്ടായി. ആ 4 മക്കളിൽ 4 മക്കളുണ്ടായതിൽ ഒരു മകൻ്റെ പേര് കുശനാഭൻ എന്നായിരുന്നു. ഈ കുശനാഭന് 100 മക്കളുണ്ടായി. മക്കളെന്ന് പറയുമ്പോൾ ആണാണോ പെണ്ണാണോ? ആണും പെണ്ണും ആകാം അല്ലേ? അപ്പം തിരുത്താം, 100 പുത്രിമാരുണ്ടായി. മക്കളെന്ന് പറയുമ്പോൾ ആണും ആകാം പെണ്ണും ആകാം. അപ്പം ബ്രഹ്മപുത്രനായ കുശന് 4 മക്കളുണ്ടായി. ബ്രഹ്മപുത്രനായ കുശന് 4 മക്കളുണ്ടായതിൽ ഒന്നാണ് കുശനാഭൻ. ആ കുശനാഭന് 100 പുത്രിമാരുണ്ടായി, സുന്ദരികളായിരുന്നു. അങ്ങനെ സുന്ദരികളായ ഈ മക്കളെ കണ്ടപ്പോൾ, പെൺകുട്ടികളെ കണ്ടപ്പോൾ വായു ഭഗവാന് ഒരു പ്രേമം തോന്നി. പക്ഷെ അവരത് നിരസിച്ചു കളഞ്ഞു. അങ്ങനെ ആ പ്രേമം നിരസിക്കപ്പെട്ടപ്പോൾ വായു ഭഗവാൻ ശപിച്ചു. എല്ലാവരും സുന്ദരികളാവട്ടെ, അവർ സുന്ദരികളായിരുന്നു, എല്ലാവരും കുബ്ജകളായി മാറട്ടെ അല്ലേ? നമുക്കറിയാം ഭാഗവതത്തിൽ തന്നെ കുബ്ജ ഇനി വരുന്നുണ്ട്. ഏറ്റവും വിരൂപയായ ആ സ്ത്രീയെ നോക്കി ഭഗവാന് മാത്രമേ വിളിക്കുകയുള്ളൂ, എൻ്റെ സുന്ദരി എന്ന് വിളിക്കാൻ അല്ലേ? ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. മധുരാ നഗരത്തിലേക്ക് അക്രൂരനെന്നൊരു പേരായി നിന്നുള്ളൂ, അക്രൂരനെങ്ങാനും കൊണ്ടുപോയാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപസ്ത്രീകൾ ഇങ്ങനെ ഭഗവാനെ വിടാനായിട്ട് മനസ്സില്ലാതെ അല്ലേ? ക്രൂരനാണ്. ക്രൂരനല്ല ഒരിക്കലും. ക്രൂരനല്ല. പക്ഷേ അവരുടെ ഭാവത്തിൽ, അവരുടെ ചിന്തയിൽ ആ ക്രൂരൻ. എന്തുകൊണ്ട്? ഞങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന, മധുരയിലേക്ക് കൊണ്ടുപോകുന്ന ആ മനുഷ്യൻ ക്രൂരനാണ്. അങ്ങനെ പോകുമ്പോഴാണ് മധുരാപുരിയിൽ വെച്ചിട്ട് കംസൻ്റെ അടുക്കിലേക്ക് പോകുന്ന വേളയിൽ കുറിക്കൂട്ടുകളുമായി കണ്ടുമുട്ടുന്ന ആ കുബ്ജ അല്ലേ? ഒതുങ്ങി പോവുക. അപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ആ പാദപത്മങ്ങളിൽ ഇങ്ങനെ ഒന്ന് ചവിട്ടിയിട്ട് ആ താടി ഇങ്ങനെ ഒന്ന് തട്ടുന്നു. സർവ്വകൂനുകളും മാറി സുന്ദരിയായി മാറി ആ കുബ്ജ. ഇവിടെ ഈ 100 പുത്രിമാർ, കുശനാഭൻ്റെ 100 പുത്രിമാരും കുനികളായി മാറി, കുബ്ജകളായി മാറി എന്നാണ് ഐതിഹ്യം. അത് തുടർന്നാണ് കന്യാകുജം, മഹോദയപുരം എന്നുള്ള ആ സ്ഥലപ്പേര് പിന്നീട് കന്യാകുജമായതെന്നും പറയുന്നു. ഇപ്പോൾ അത് കനൂജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ പട്ടണത്തിലാണ് നമ്മൾ ഈ പറയുന്ന ആരാണ്? അജാമിളൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ജനിച്ചത്. അദ്ദേഹം 10-25 വയസ്സുവരെ സർവ സത്കർമ്മങ്ങളും ചെയ്ത്, ഒരു ബ്രാഹ്മണൻ എന്തൊക്കെയാണോ ചര്യകൾ ചെയ്യേണ്ടത് അത്തരം ദിനചര്യകളൊക്കെ ചെയ്ത് കടന്നു പോകുന്ന വേളയിലാണ് പിതാവ് പൂജാതി കർമ്മങ്ങൾക്കുള്ള സാധനങ്ങൾ, ദ്രവ്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി അദ്ദേഹത്തെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. അങ്ങനെ കാട്ടിലേക്ക്, വനത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കാണുന്നു. ഒരു യുവതി ഒരു പുരുഷനുമായിട്ട് അവിടെ കാമകേളികൾ ആടുന്ന ഒരു കാഴ്ച കാണുന്നു. സുന്ദരിയായ ആ യുവതിയെ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയ, താൻ എന്തിനു വേണ്ടി ഇവിടേക്ക് വന്നു, താൻ ആരാണ് അല്ലേ, അതെല്ലാം മറന്നുപോയ ഈ അജാമിളൻ ആ യുവതിയുടെ കൂടെയായി. യുവതിയെ സ്വന്തമാക്കാനുള്ള പരിശ്രമം നടത്തി. അങ്ങനെ സ്വന്തമാക്കി യുവതിക്കൊപ്പം താമസിച്ചു. ഒരു ചെറിയൊരു നിമിഷത്തിൽ മനസ്സിനുണ്ടാകുന്ന ഒരു ദൗർബല്യം ഒരു മനുഷ്യനെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതെങ്ങനെ ആയിത്തീരുമെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് അവിടെ കാണുന്നത്.
നാരായണീയം വായിക്കുന്നവരെല്ലാവരും ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് നാരായണീയം വായിച്ചു അല്ലേ? നാരായണീയം വായിക്കുമ്പോൾ ആ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എങ്ങനെയായിരുന്നു ഒരിക്കൽ? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയുടെ അനന്തിരവിളെ അല്ലേ പ്രണയിച്ച് വിവാഹം കഴിച്ച് അവിടെ താമസിച്ച് ഗുരുനാഥൻ കൂടിയാണ് അച്യുത പിഷാരടി. അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് അദ്ദേഹം ആ ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിലേക്ക്, ലൗകികമായ സുഖഭോഗങ്ങളിലേക്ക് അദ്ദേഹം ഒതുങ്ങിപ്പോകുന്നു. അദ്ദേഹത്തിന് വേദം പഠിക്കണമെന്നില്ല, വേദാന്തം പഠിക്കണമെന്നില്ല, സംസ്കൃതം പഠിക്കണമെന്നില്ല, ഇതൊന്നും പഠിക്കണമെന്നില്ല. കാരണം പിതാവ് മാതൃദത്തൻ, അതോടൊപ്പം തന്നെ ജ്യേഷ്ഠൻ, അവരെല്ലാവരും വലിയ പണ്ഡിതരാ. സംസ്കൃതത്തിൽ, വേദാന്തത്തിൽ, തർക്കശാസ്ത്രത്തിലൊക്കെ വലിയ പണ്ഡിതരാ, പിതാവും ജ്യേഷ്ഠ സഹോദരനും അടക്കം. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അദ്ദേഹം ഈ മുറി തുറന്ന് പുറത്തേക്ക് വരുന്നില്ല. രാവിലെ അച്യുത പിഷാരടി മറ്റുള്ള കുട്ടികൾക്ക് വേദാന്തം പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ഉറക്കത്തിലാണ്, മുറി തുറന്ന് വരുന്നില്ല. അങ്ങനെ രാവിലെ ക്ലാസ് നടക്കുന്നതിനിടെ വളരെ വൈകി പ്രഭാതകൃത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ക്ലാസ്സിനിടയിലൂടെ ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇറങ്ങി വരുമ്പോൾ അറിയാതെ അച്യുത പിഷാരടി എന്ന് പറയുന്ന അമ്മാവിൻ്റെ ഭാര്യയുടെ മാതുലനാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനുമാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് കനലുകൾ പോലെ 2-3 വാക്കുകൾ വന്നു. ആത്മഗതമായിരുന്നു. താൻ തന്നോട് പറഞ്ഞത് അതാണ് ആത്മഗതം. എന്തായിരുന്നു? നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് ഈശ്വര ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞല്ലോ. പക്ഷേ അതിത്തിരി പുറത്തേക്ക് വന്നുപോയി. കാരണം അത്രയും വിങ്ങി തിങ്ങി വിഷമിച്ച് പ്രയാസപ്പെട്ടാണ് ആ വാക്കുകൾ വന്നത്. അതുകൊണ്ട് അത് മറ്റുള്ളവർ കേട്ടു, മേൽപ്പത്തൂർ കേട്ടു. മേൽപ്പത്തൂർ അപ്പോൾ തന്നെ തൻ്റെ പ്രഭാതകൃത്യങ്ങൾ സന്ധ്യാവന്തരം നടത്തി ഓടി വന്നു, കാൽക്കൽ വീണു, നമസ്കരിച്ചു. അങ്ങനെയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് മേൽപ്പത്തൂരാകുന്ന. ഒരു നിമിഷം വേണ്ട, ഒരു ക്ഷണം വേണ്ട, ആ ഒരു മാറ്റമുണ്ടാകാൻ അല്ലേ? അതാണ് ആ ഒരു മാറ്റമുണ്ടാകാൻ. അതിനെയാണ് നമ്മൾ സത്സംഗം എന്ന് പറയുന്നത്. അച്യുത പിഷാരടിക്ക് വേണേൽ വിചാരിക്കാം, പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ ചിലരെക്കുറിച്ച് പറയല്ലേ, അതങ്ങനെയാട്ടോ, മാറ്റാനൊന്നും നോക്കണ്ട, അതങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് പൊയ്ക്കോട്ടെ. അങ്ങനെയല്ല, ഒരു വാക്ക് കേട്ടാൽ മതി. ഒരു പക്ഷേ ഈ കലികാലത്തിൽ ഒരു വാക്കിൽ നിന്നായിരിക്കും വലിയൊരു മാറ്റം ഉണ്ടാവുക. ഒരുപാട് നക്സലൈറ്റ് നേതാക്കന്മാരൊക്കെ സായി ഭക്തരടക്കം ഒരുപാട് ആധ്യാത്മിക മേഖലകളിലേക്ക് വന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ആ മാറ്റം സാധ്യമാണോ? അവരുടെ അന്നത്തെ കാലത്ത് അത് സാധ്യമാകുമോ? അല്ല. പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെല്ലാം ഭക്തിമാർഗത്തിലേക്കും പലരും ആധ്യാത്മിക മേഖലകളിലേക്കൊക്കെ കടന്നു വന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥമായ സത്യത്തെ തിരിച്ചറിയുന്നതുകൊണ്ടാണ്. ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അജാമിളൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അദ്ദേഹം അവിടെ ഇങ്ങനെ തൻ്റെ ധർമ്മപത്നിയെ പുറത്താക്കി, തൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച്, എല്ലാവരും ഉപേക്ഷിച്ച്, ആകെ ആര് മാത്രം മതി? ഈ ശൂദ്ര സ്ത്രീ, വേശ്യാസ്ത്രീയോടൊപ്പമുള്ള മേളനം മാത്രമായി. അജാമിളൻ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. എന്താണ് അജാ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, രാമായണം വായിക്കുമ്പോൾ നമ്മൾ അജൻ അല്ലേ, അജൻ എന്ന് പറയും. അജൻ എന്ന് പറഞ്ഞാൽ എന്താ? ജന്മമില്ലാത്തവൻ, പരമാത്മ, ഭഗവാനാ. നമുക്ക് ജന്മമുണ്ട്, നമ്മൾ വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, മരിച്ച് ഇങ്ങനെ നമ്മൾ പോകുന്നു. പക്ഷേ ഭഗവാൻ ഒരിക്കലും എന്തില്ല? ജന്മമില്ല, മരണവുമില്ല. ഇവിടെ അജനല്ല, അജാമിളനാണ്, മായ. അജാ എന്ന് പറഞ്ഞാൽ മായ എന്ന അർത്ഥം. അതിൽ മേളനം ചെയ്യുന്നവൻ. എന്താ ഈ മായ? അതിനെ തലതിരിച്ചിട്ടാൽ മതി എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. മാ യാ എന്നുള്ളതിനെ യാമാ, യാമായോ, ഏതൊന്നാണോ യാ, ഏതൊന്നാണോ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്, അത് തന്നെ ഈ മായ. ഉണ്ടെന്ന് തോന്നും അല്ലേ? ശങ്കരാചാര്യസ്വാമികൾ അതുകൊണ്ടാണ് പറഞ്ഞത് ജഗത്ത് മിഥ്യയാണ്. ഉള്ളതെന്താണ്? ബ്രഹ്മസത്യം. ഉള്ളതിനെ ആദ്യം പറഞ്ഞു, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. മായ 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 എന്ന് പറയുമ്പോൾ ഇല്ലാത്തതാണ്. ആ ബ്രഹ്മസത്യത്തിലേക്ക് നമ്മൾ എത്തണം. പക്ഷെ അജാമിളന് അവിടെ ഇതേപോലെ തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി അല്ലേ, അതേപോലെ ഒരു ഗുരു അവിടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അജാമിളൻ അതുകൊണ്ട് ജീവിതമെന്ന് പറഞ്ഞാൽ ഇതാണ്, സുഖഭോഗങ്ങൾക്ക് വേണ്ടി തൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ധനം വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ ചെലവഴിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്തായി? അത് മുഴുവൻ തീർന്നു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ചെയ്തു. പണ്ടൊരു രത്നാകരൻ എന്താണോ ചെയ്തത് അത് ചെയ്തു. രത്നാകരൻ എന്താ ചെയ്തത്? ആര് കാട്ടിൽ വന്നാലും പിടിച്ചു പറിക്കും. ബ്രാഹ്മണനൊക്കെ ആയിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതും ഇതേപോലെ അവസാനം പിടിച്ചു പറിക്കുക, ഭാണ്ഡം പിടിച്ചു പറിക്കുക. അപ്പോഴാണ് വന്നത്, ആര് വന്നു?
സപ്തർഷികൾ വരുന്നു, ഋഷിമാർ വരുന്നു, അവരുടെ ഈ ഭാണ്ഡം അവരുടെ കയ്യിലൊന്നുമില്ല അല്ലേ, അതും പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു, അവരുടെ ജീവന് ഭീഷണിയാകുന്നു. ആ സമയത്താണ് മഹർഷിമാർ പറഞ്ഞു, എന്താ പറഞ്ഞേ, നീ ചെയ്യുന്ന കർമ്മം എത്ര പാപം നൽകുന്നതാ, നിനക്കറിയുമോ അത് അല്ലേ. അതേപോലെ ഇവിടെ അജാമിളന് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായില്ല, ഒരു ഗുരു പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ രത്നാകരൻ, രത്നത്തിൻ്റെ ആകരത്തോടു കൂടിയവൻ, ഉള്ളിൽ രത്നമിരിക്കുന്നവൻ, ആ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടുകൊള്ളക്കാരന് മുന്നിൽ സപ്തർഷികൾ പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞു കൊടുത്തു, നീ ചെയ്യുന്ന വലിയ പാപകർമ്മം നീ തന്നെ അനുഭവിച്ചു തീർക്കുമോ? ഏയ് ഒരിക്കലുമില്ല. അതെന്താ, എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഇത്, എനിക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ തന്നെയാണ്, സത്യമാണോ അത്? അങ്ങനെയാണ്. നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചേ. എന്താ നീ വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ട് ഓടി വരൂ, ഞങ്ങളിവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഒറ്റയോട്ടം വീട്ടിലേക്ക് കൊടുത്തത്. ചെന്ന് ചോദിച്ചു. അപ്പോഴേ ഭാര്യ പറഞ്ഞു, നിങ്ങളാരാ? ഭർത്താവ് അല്ലേ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അറിയാമോ? അങ്കണവാടിയിൽ പോലും പോയിട്ടില്ലാത്ത രത്നാകരൻ്റെ ഭാര്യ ചോദിച്ചു, ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്നറിയാമോ? ഭർത്താവ് എന്നാൽ ഭരിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥം. ഭഗവാനാണ് നമ്മുടെ ഭർത്താവ് ഇവിടെ അല്ലേ പൊതുവെ. അപ്പം രത്നാകരൻ്റെ ഭാര്യ ചോദിച്ചത്, ഭർത്താവ് സംരക്ഷിക്കാനുള്ള ആളാണെങ്കിലേ ഭർത്താവിൻ്റെ കടമ, ഉത്തരവാദിത്വം, ജോലിയാണ് ഞങ്ങളെ സംരക്ഷിക്കുക, എന്നെയും പിള്ളേരെയും സംരക്ഷിക്കുക. അല്ലാതെ ആ പാപകർമ്മത്തിനൊക്കെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. മക്കളെ നിങ്ങളെങ്ങനെ? അമ്മ പറഞ്ഞത് തന്നെ ഞങ്ങൾക്കും. മാതാപിതാക്കൾ അത് തന്നെ. പോയതിനേക്കാൾ അങ്ങോട്ട് നടന്നാ പോയതെങ്കിൽ ഇങ്ങോട്ട് പാഞ്ഞു വരികയായിരുന്നു. വന്ദേ ഭാരത് പോലെ ഇങ്ങോട്ട് വന്നത്. പാഞ്ഞെത്തി സപ്തർഷികളുടെ കാൽക്കൽ വീണു. ഈ പാപം മുഴുവൻ ഞാൻ എങ്ങനെ? അപ്പോൾ അതിനൊറ്റ പോംവഴിയേ ഉള്ളൂ. അതിൻ്റെ ഒറ്റമൂല്യം അവർ കൊടുത്തു അല്ലേ. വൈദ്യന്മാർ പറയും ഒരുപാട് മരുന്ന് ഒറ്റമൂലി തരാം. ആ ഒറ്റമൂലി കൊടുത്തു. എന്തായിരുന്നു ആ ഒറ്റമൂലി? രാമനാമം. പക്ഷേ വിദ്യാഭ്യാസവുമായിട്ടൊരു ബന്ധമില്ലാത്ത, ഇതൊന്നും കേട്ടിട്ടില്ലാത്ത, ആധ്യാത്മികമായി ഉയരാത്ത ആ കാട്ടാളന് ഇതുവല്ലും കഴിയുമോ? രാമശബ്ദം അറിയില്ല, മനസ്സിലാകുന്നില്ല. നമ്മൾ കഥ കേട്ടിട്ടുണ്ട്, ആ മരം ഈ മരം എന്നൊക്കെ പറഞ്ഞു. അവസാനം അതിൽ നിന്നാണ് അല്ലേ, ആ രാമശബ്ദത്തിൽ നിന്നാണ് വാത്മീകി മഹർഷി ഉണ്ടായത്. ലോകം മുഴുവൻ ആരാധിക്കുന്ന തലത്തിലേക്ക്, ഈശ്വരത്വത്തിലേക്ക് ഉയരാൻ ഒരു കാട്ടുകൊള്ളക്കാരന് കഴിഞ്ഞു എന്ന് നമുക്ക് രാമായണം പഠിപ്പിച്ചു തരുമ്പോൾ ഇവിടെ അജാമിളൻ്റെ കഥയിലൂടെ പറഞ്ഞു തരുന്നത്, ഒരു ബ്രാഹ്മണ ജീവിതത്തിന് ഇങ്ങനെ അധപ്പതിക്കാൻ സാധിക്കും. ശ്രദ്ധിച്ചോ എൻ്റെ മക്കളെ, എൻ്റെ ഭക്തരെ, ഭഗവാൻ പറഞ്ഞു തരികയാണ്. ഒന്ന് ശ്രദ്ധിച്ചോ. എപ്പോൾ വേണമെങ്കിലും ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മത്തിൽ അല്ലേ, ബ്രഹ്മത്തിൽ മനസ്സ് വയ്ക്കുന്നവനാ ബ്രാഹ്മണൻ. ബ്രഹ്മചര്യം പാലിക്കുന്നവൻ, ഇങ്ങനെ ഒരുപാട് പറയാൻ പറ്റും. ബ്രഹ്മത്തെ അറിഞ്ഞവൻ, ഭഗവാനെ അറിഞ്ഞ് പൂജിക്കുന്നവൻ, ഒരുപാട് പറയാം. പൂണൂൽധാരിയല്ല, പൂണൂൽധാരി മാത്രമല്ല. പക്ഷേ കാലിടറിയാൽ ആനയും വീണുപോകുമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഇവിടെ അജാമിളൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. അജാമിളൻ ഇങ്ങനെ ദുർവൃത്തനായി ഈ രത്നാകരൻ ചെയ്തതുപോലെ ആരെ കണ്ടാലും പിടിച്ചു പറിക്കുക. കാരണം അച്ഛൻ്റെ സ്വത്തൊക്കെ തീർന്നു, ഇനിയിപ്പോൾ വേറെ മാർഗമില്ല. ഇനിയിപ്പം കവർച്ച, തട്ടിയെടുക്കുക, വേണേ കൊല്ലുക, ആരും ചോദിക്കാനില്ല, കാട്ടുനീതിയാണ്, തനിക്ക് തോന്നുന്നത് എന്ത് ചെയ്യും. അങ്ങനെ ചെയ്ത് ജീവിച്ച് വരികയായിരുന്നു. അപ്പോഴേക്കും വയസ്സ് എത്രയായെന്നറിയാമോ? 88 88 വയസ്സായി. ഈ 88 വയസ്സായപ്പോൾ ഒരു കുഞ്ഞ് ആ വീട്ടിൽ ഓടി നടക്കുന്നുണ്ട്. എത്ര വയസ്സുണ്ടാകും 88 വയസ്സുള്ള ആൾക്ക്? ഒരു 30 വയസ്സിൽ വിവാഹം കഴിഞ്ഞാൽ അല്ലേ, ഒരു 19 വയസ്സെങ്കിലും കാണണം ഏറ്റവും കുറഞ്ഞതല്ലേ. പക്ഷേ പൂജ്യത്തിന് വിലയില്ലെന്നല്ലേ പറഞ്ഞു, പൂജ്യമില്ല ഈ കുട്ടിക്ക്. 88 വയസ്സുകാരൻ്റെ മകന് 5 വയസ്സുള്ള മകനാണ് അവിടെ ഓടി നടക്കുന്നത്. ആണോ? അത് ശരി, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ചിന്തകൾ അതിൻ്റെ പിന്നാലെയൊന്നും പോകണ്ട. അപ്പോൾ 88 വയസ്സുള്ള അജാമിളൻ കണ്ണു തുറക്കാനാവാതെ, കാരണം എന്താ? ശരീരം അനുവദിക്കുന്നില്ല കണ്ണു തുറക്കാൻ. കാത് കേൾക്കാൻ, കാതുണ്ട് പക്ഷെ കേൾക്കാനായിട്ട് അനുവദിക്കുന്നില്ല. തിരിച്ചു പോകേണ്ട സമയമായി. ആ സമയത്ത് എങ്കിലും വിളിക്കും, ഈ കുഞ്ഞിനെ വിളിക്കും. കുഞ്ഞിനെ വിളിക്കുന്ന പേര് നാരായണ. നീ എന്താ വെയിലത്ത് ആണോ? പക്ഷേ ശബ്ദം പുറത്തു വരില്ല. നാ എന്നൊക്കെ കേൾക്കാം. കാരണം എന്താ? ഞരമ്പുകൾ, നാഡീ ഞരമ്പുകളൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കില്ല. ആ സമയത്ത് നാമം ജപിക്കുകയാണെന്ന് വിചാരിച്ചാൽ നാവ് ഉയരില്ല, നാവ് ചലിക്കില്ല. മുന്നിൽ വന്ന് ഏറ്റവും പ്രിയപ്പെട്ടവർ മുന്നിൽ വന്ന് നിന്നാലും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കണ്ണുണ്ട്, കാഴ്ച കിട്ടില്ല. അവർ പ്രിയപ്പെട്ടവർ അച്ഛാ, മുത്തച്ഛ, അമ്മാവ എന്നൊക്കെ വിളിച്ചാൽ കാതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. അവരെ ഒന്ന് തൊട്ട് തലോടാൻ ഈ കൈ ഉയരില്ല. സ്പർശനശേഷി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നാമം ജപിക്കാനാവുമോ? ഇല്ല. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് കുഞ്ഞുകാലത്തെ തുടങ്ങണം. അല്ല, കുഞ്ഞുകാലത്തിൽ എത്ര വയസ്സിൽ തുടങ്ങണം അമ്മേ? എത്ര വയസ്സിലാണ് തുടങ്ങേണ്ടത് നാമജപം? തുടങ്ങേണ്ടത് എത്ര വയസ്സിൽ തുടങ്ങണം?
പ്രഹ്ലാദൻ പറഞ്ഞു തരുന്നു, അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ എത്തിച്ചേരുമ്പോൾ ആ നാരദ മഹർഷിയിൽ നിന്ന് അമ്മ കേട്ട, കയാധു എന്ന് പറയുന്ന അമ്മ കേട്ട കഥകളാണ്, പുരാണ കഥകളാണ് അല്ലേ. എവിടെ ജനിച്ചത്? നമ്മുടെ ആരെങ്കിലും വീട്ടിലാണോ ജനിച്ചത് പ്രഹ്ലാദൻ? അല്ല. എവിടെ ജനിച്ചേ? ഏറ്റവും ക്രൂരനായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ വീട്ടിൽ ഭഗവാന്റെ ഹൃദയ സംഹാസനത്തിൽ ഇരിക്കാൻ കഴിയുന്ന ഒരു ഭക്തപ്രഹ്ലാദന് പിറക്കാൻ കഴിയുന്നെങ്കിൽ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എവിടെ ജനിച്ചു എന്നുള്ളതാണോ? ഏത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് കുലമാണ്, ഇതൊക്കെയാണോ? അല്ല. ആ ഭാവന, അമ്മയുടെ മനസ്സ്, അമ്മ കേട്ടില്ലെങ്കിലും മകൻ കേട്ട് നമ്മുടെ കുട്ടികൾ, നമ്മുടെ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കഥ അതാണ്. കഥയല്ല, സത്യം അതാണ്. കഥ എന്ന് പറയുമ്പോൾ അസത്യമെന്ന് ഉള്ളൊരു തോന്നലുണ്ടാവും അല്ലേ. സത്യമാണത്. നല്ല കുഞ്ഞിനെ വേണോ? എപ്പോഴാണ് ചിന്ത വരേണ്ടത്? അവനെ വളർത്തി അവനെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലേ, ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് IIT-യിലൊക്കെ വിട്ട് എഞ്ചിനീയർ, അവനെ എവിടെ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം വേണ്ടത് അവൻ്റെ സങ്കല്പം, അവനെക്കുറിച്ചുള്ള സങ്കല്പം മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ നാമം ജപിക്കുവാൻ, ഭഗവാന്റെ കഥകൾ കേൾക്കുവാൻ, അങ്ങനെ കേട്ട് മനസ്സിനെ പരുവപ്പെടുത്തുവാൻ, നമ്മുടെ ശരീരത്തെ പരുവപ്പെടുത്താൻ കഴിഞ്ഞാൽ പ്രഹ്ലാദനെ പോലെ ശ്രേഷ്ഠ മക്കളെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പറയും, ഇങ്ങനെയുള്ള മക്കളെയൊക്കെ ആരാ അല്ലേ, അച്ഛനെയും അമ്മയും പറയിപ്പിച്ച് നടക്കുന്ന കുട്ടികൾ ഒരുപാട് ഉണ്ടാകുന്നൊരു കാലമാണ്. കാരണം എന്താ വെച്ചാൽ ലഹരി മരുന്ന്, കൊട്ടേഷൻ സംഘം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് 18 തികയാത്ത കുട്ടികൾ പോലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് നമ്മൾ അറിയാത്തത്. കാരണം എന്താ? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങൾ പുറത്തു പറയാൻ പാടില്ല, അവരുടെ പേര് പറയാൻ പാടില്ല, അവരുടെ മാതാപിതാക്കളുടെ പേര് പറയാൻ പാടില്ല, അവർ പഠിക്കുന്ന കോളേജിൻ്റെ, അവർ ബാംഗ്ലൂരിൽ പോയിട്ട് 5 കിലോ കഞ്ചാവുമായിട്ട് വന്നാലും പിടിച്ചാലും അറസ്റ്റ് ചെയ്താലും അവരെ ജയിലിലടയ്ക്കാൻ പാടില്ല. അവരുടെ സ്വഭാവം പരിവർത്തനം കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഭവനത്തിലേക്ക് വേണം അയക്കാൻ, സർക്കാർ സംവിധാനത്തിൽ അയക്കണം. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് പലതും നമ്മൾ അറിയാത്തത്. പക്ഷെ കാലം കലിയുഗമായതുകൊണ്ട്, ക്രൂരതയായതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അജാമിളൻ ഇങ്ങനെ മകനെ വിളിക്കുക, നാരായണ, നാരായണ നീ വെയിലത്താണോ? നാരായണ നീ എവിടെയാ കളിക്കുന്നത്? നീ എന്താ അമ്മയോട് ഇങ്ങനെ നാരായണ നാരായണ? കാരണം 10 മക്കളാണ് ഉള്ളത്. 9 മക്കളും അവരുടെ കാര്യം അന്വേഷിച്ച് പോയി. ഈ 88ാമത്തെ വയസ്സിലുള്ള അല്ലെങ്കിൽ 84ാമത്തെ വയസ്സിലുള്ള, 84 വയസ്സാകുമ്പോൾ 5 വയസ്സായി അല്ലേ, 88ആകുമ്പോൾ 5 വയസ്സുകാരൻ മാത്രമാണുള്ളത്. ആ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന ആ സമയത്ത് അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സപാശഹസ്താം സ്ത്രീൻ ദൃഷ്ട്വാ പുരുഷാൻ വൃഷദാരുണാൻ വക്രതുണ്ടാൻ ഊർധ്വരോംണ ആത്മാനം നേതുമാഗതാൻ. ആ സമയത്ത് 3 പുരുഷന്മാർ, എങ്ങനെയുള്ള പുരുഷന്മാർ? കണ്ടാൽ പേടിച്ച് വിറച്ച് പോകുന്ന തരത്തിലുള്ള വളഞ്ഞ മുഖത്തോടുകൂടി, വലിയ ശരീരത്തോടുകൂടി, പിന്നെ കയ്യിൽ കയ്യിറക്കയായിട്ട് ഉയർന്നു നിൽക്കുന്ന രോമങ്ങളോടുകൂടി. അപ്പം തന്നെ അല്ലേ ഏകദേശം ഭീകര രൂപം മനസ്സിലായി. യമദൂതന്മാർ, യമൻ്റെ കിങ്കരന്മാർ ഇതാ നിൽക്കുക, മുന്നിൽ വന്ന് നിൽക്കുക. ആ സമയത്ത് എന്താ ചെയ്യുന്നത്? വിളിക്കുക. ആരെയാ വിളിക്കുന്നത്? നാരായണ, നാരായണ. അവനിനി പേടിച്ചു പോകുമോ എന്നുകൊണ്ടാണോ ഈ രൂപം കാണുമ്പോൾ അല്ലേ? നാരായണ. 4 വർഷമായുള്ളൂ ഈ നാരായണനെ വിളിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ കഥ ഭാഗവതം പറയുന്നില്ല. ഏതിൻ്റെ കഥ? നാരായണൻ എന്നുള്ള പേര് ഇതിനകത്ത് സൂചിപ്പിക്കുന്നില്ല. നാരായണൻ എന്നുള്ള പേരിടാനുള്ള അത് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്, മഹാത്മാക്കൾ, ഈ കന്യാകുബ്ജത്തിൽ മഹാത്മാക്കൾ, കുറച്ച് പേര് മഹാത്മാക്കൾ അവിടെ എത്തുകയും അവരിങ്ങനെ അന്വേഷിച്ച്, ദാനശീലനായിട്ടുള്ള ആര് ഇവിടെ ഉള്ളത്, അങ്ങനെയുള്ളൊരു ഗ്രഹം ഇവിടെ ഉണ്ടോ, അദ്ദേഹത്തെ ഒന്ന് കാണാം എന്നൊക്കെ കരുതി കുറച്ച് മഹാത്മാക്കൾ വന്നപ്പോൾ കുട്ടികളോട് അന്വേഷിച്ചു. അപ്പോൾ അവർ കളിയാക്കാൻ വേണ്ടി, ആക്ഷേപിക്കാൻ വേണ്ടി, നമുക്കറിയാം സാമ്പൻ്റെ കഥ അല്ലേ, ഇതേ കണ്ടില്ലേ ഗർഭിണിയാ എന്നൊക്കെ എന്ന് പറയുന്ന പോലെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതാ. കാരണം എന്താ? മറ്റുള്ളവനെ പിടിച്ചു പറിക്കുന്നവനാണ് അജാമിളൻ. ഭയങ്കര ദാനശീലനാണ് കേട്ടോ അല്ലേ. കാരണം എല്ലാവരും ശത്രുക്കളായിരിക്കും നാട്ടിൽ. അവരെന്താ പറയുക? എതിരായിട്ടായിരിക്കും പറയും, വിപരീതമായിട്ടായിരിക്കും പറയും. അപ്പോൾ പറഞ്ഞു ഭയങ്കര ദാനശീലൻ, അവിടെ ചെന്നാൽ എന്തും കിട്ടും, നേരെ പോയി അങ്ങോട്ട് ഇടത്തോട്ട് പോയി വലത്തോട്ട് പോയി തിരിഞ്ഞു പോയാൽ മതി, വീടും ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഈ വേശ്യാസ്ത്രീ വളരെ നന്നായി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അവിടുന്ന് ഭക്ഷണം കഴിക്കാവോ? പാടില്ല എന്നാണ്. പക്ഷെ അവർക്കറിയില്ല, മഹാത്മാക്കൾക്ക് അറിയില്ല അതൊന്നും, അവിടുന്ന് ഭക്ഷണം കഴിക്കാവോ അത്തരം കാര്യമൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് അവർ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോഴാണ് ഒരു കുഞ്ഞ് അവിടെ ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടത്. ഈ കുഞ്ഞിൻ്റെ പേരെന്താ? ഇല്ല, പേരൊന്നും ഇട്ടിട്ടില്ല, എന്തെങ്കിലുമൊക്കെ വിളിക്കും, ചിക്കു ചാക്കു ചോങ്കു ചോക്കു അങ്ങനെയൊക്കെയല്ലേ നമ്മളിപ്പോൾ വിളിക്കുന്നത് അല്ലേ.
അച്ഛൻ്റെ പേരും അല്ലേ അമ്മയുടെ പേരും ഒക്കെ ചേർത്ത് കീക്കു കോക്കു എന്നൊക്കെയാണ് വിളിക്കുന്നത്. പേരിൽ എന്താണ്? പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് പേരെങ്ങനെയായിരുന്നു? ഗോപാലകൃഷ്ണൻ, രാധാകൃഷ്ണൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. രാധ, ദേവകി, പൊന്നമ്മ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളായിരുന്നു. കാരണം എന്താ? പേര് കേൾക്കുമ്പോൾ തന്നെ ഭഗവാനിലേക്ക് എത്തുന്നതാണ്. പക്ഷെ ഇന്ന് ഇഷ്ടമുള്ളത് വിളിച്ച് വിളിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടക്കും. നമ്മുടെ കുടുംബത്തിലും നാട്ടിലുമൊക്കെ അതേപോലുള്ള കാര്യങ്ങൾ നടക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. കാരണം നമ്മൾ എപ്പോഴും പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമുക്കതിൻ്റെ അർത്ഥം അറിയില്ല. എല്ലാ നാമങ്ങൾക്കും രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ, ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ, ഗോപാലൻ എന്ന് പറയുമ്പോൾ, മധുസൂദൻ എന്ന് പറയുമ്പോൾ, അല്ലേ, മധു എന്ന് പറഞ്ഞ അസുരനെ നിഗ്രഹിച്ചവൻ, കേശവ, കേശി എന്ന് പറയുന്ന കൂടുതൽ മുടിയുള്ള കേശം, കൂടുതൽ മുടിയുള്ള കുതിരയെ ഇങ്ങനെ പകുത്ത് രണ്ടാക്കി എറിഞ്ഞു കളഞ്ഞവൻ, അങ്ങനെ കേശവനായി ഒരുപാട് പറയാനുണ്ട്, അല്ലേ. മുരാരി, മുരൻ എന്ന് പറയുന്ന അസുരനെ കൊന്നതുകൊണ്ട് നമ്മൾ ഭഗവാനെ മുരാരി മുരാരി ഹേ പ്രഭോ വിളിക്കുന്നു. ഇങ്ങനെ ഓരോ വാക്കിനുമുണ്ട് അർത്ഥം. അതറിയാതെയാണ് നമ്മളിപ്പോൾ പേരിടുന്നത്. പക്ഷെ ഇവിടെ നാരായണ എന്നുള്ള പേര് ഈ കുഞ്ഞിനിടാൻ കാരണം ഈ മഹാത്മാക്കൾ പറഞ്ഞു, ഇന്ന് ഈ കുഞ്ഞിന് നാരായണൻ എന്ന് പേരിട്ടോളൂ, നന്നായി വരും. അപ്പോൾ അങ്ങനെ പേരിടാൻ തീരുമാനിച്ച് സന്തോഷമായപ്പോൾ ഉടനെ അജാമിളൻ അവൻ്റെ സ്വഭാവം കാട്ടി. എന്താ കാട്ടിയത്? ഇവിടെ വന്നു, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, നിങ്ങൾ പറഞ്ഞ പേരൊക്കെ ഇട്ടു, അപ്പോൾ ദക്ഷിണയൊന്നും തരാതെ ആണോ പോകുന്നതെന്ന് ചോദിച്ചു. ആരോട് ചോദിച്ചു? മഹാത്മാക്കൾ ഈ അജാമിളനോട് ചോദിച്ചു. അപ്പം ഉടനെ അജാമിളൻ പറയുകയാണ്, ദക്ഷിണ അങ്ങോട്ട് തരികയല്ല, ഇങ്ങോട്ട് വാങ്ങുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എന്താ? പിടിച്ചു പറിക്കല്ല തൊഴിൽ, പിടിച്ചു പറിക്കുന്നവനാ. അതുകൊണ്ട് നിങ്ങൾക്കിപ്പം നഷ്ടമൊന്നുമില്ലല്ലോ, കാരണം ഞാനൊന്നും വാങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ പോകുന്നു. ഭാഗവതം അത് സൂചിപ്പിക്കുന്നില്ലെങ്കിലും ഇങ്ങനെയാണ് നാരായണ. പിന്നീട് നാരായണൻ എന്നുള്ള പേര് വളരെ ഇഷ്ടപ്പെടും. എപ്പോഴും മറ്റുള്ള കുട്ടികളില്ല, 10 മക്കളുണ്ട്, പക്ഷെ ഇവനാണ് അടുത്തുള്ളത്. അതുകൊണ്ട് എന്ത് കാര്യത്തിനും നാരായണ നാരായണ എന്നിങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഇവിടെ ഇതാ യമദൂതന്മാരായിട്ടുള്ള എത്ര പേരാ? 3 പേര് വന്ന് നിൽപ്പുണ്ട്. ആ സമയത്തും വിളിച്ചു, നാരായണ എന്ന് വിളിച്ചു. പക്ഷെ പുറത്തേക്ക് കഫം കുറുങ്ങി, നാവനങ്ങാതെ, കണ്ണു തുറക്കാനാവാതെ, അല്ലേ, മൃതപ്രായനായ അവസ്ഥയിൽ കിടന്ന നാരായണ എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്നതാ അവിടെ ആ വിളി കേട്ടിട്ട്, എന്നെ വിളിച്ചോ, ഞങ്ങളെ വിളിച്ചോ, ഞങ്ങളുടെ സ്വാമിയെ വിളിച്ചോ എന്ന് ചോദിച്ച് 4 പേർ വന്ന് നിൽക്കുന്നു. 3 പേർ ഇപ്പുറത്ത് കയറുമായിട്ട് വന്നിട്ട് കഴുത്തേലിട്ട് കുരുക്കാൻ ശ്രമിക്കുന്നു. ഇപ്പുറത്ത് നോക്കിയപ്പോൾ 4 പേര്. ഇതെന്താ? ഒന്നും മനസ്സിലാകുന്നില്ല. കണ്ണ് ശരിക്കും കാണുന്നില്ലെങ്കിലും എന്തൊക്കെയോ രൂപങ്ങൾ കാണാമല്ലോ. നമ്മുടെ വീട്ടിലാവുമ്പോൾ അല്ലേ, വേറെ ആരും അവിടെ ഇല്ലെന്ന് അജാമിളൻ അറിയാം. അപ്പോഴേക്കും എന്താണ്? ശംഖുചക്ര ഗദാ പത്മധാരികളാണ് നിൽക്കുന്നത്. മഞ്ഞ പട്ടാമ്പരമൊക്കെ ചുറ്റി മനോഹരമായിട്ടുള്ള ആ ശ്യാമവർണ്ണൻ്റെ മുഖത്തോടു കൂടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശരീരത്തോടു കൂടി കണ്ടാലൊന്ന് ആലിംഗനം ചെയ്യാൻ തോന്നുന്ന ആ രൂപമുണ്ടല്ലോ, ആ രൂപമിതാ മുന്നിൽ നിൽക്കുന്നു. അജാമിളനൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് അവർ വന്നിട്ട് ഈ കാലവാശം, ഈ കാലൻ്റെ യമദൂതൻ്റെ കിങ്കരന്മാർ കൊണ്ടുവന്ന ആ പാശം കയറൊക്കെ അഴിച്ച് കളഞ്ഞിട്ട്, നിങ്ങൾ തിരിച്ചു പൊയ്ക്കുള്ളൂ. മനുഷ്യൻ പറഞ്ഞത് കേട്ടില്ലേ? എന്തു പറഞ്ഞു? വിളിച്ച കേട്ടില്ലേ? എന്ത് വിളിച്ചു? നാരായണ എന്ന് വിളിച്ച കേട്ടില്ലേ? അതിനെന്താ? നാരായണൻ്റെ ആൾക്കാരാ ഞങ്ങൾ, വിഷ്ണു പാർഷദന്മാരാ ഞങ്ങൾ. ഞങ്ങളുടെ സ്വാമിയെ വിളിച്ചാൽ എവിടെയും ഞങ്ങളവിടെ ഓടിയെത്തും. നിങ്ങൾക്ക് അവിടെ എന്താ കാര്യം? യമദൂതന്മാർക്ക് അവിടെ എന്താ കാര്യം? യമദൂതന്മാർക്കൊന്നും മനസ്സിലായത് എന്താ? അദ്ദേഹം അവിടെ കിടന്ന് അദ്ദേഹത്തിന് മോനെയല്ലേ വിളിച്ചത്, പുത്രനെയല്ലേ വിളിച്ചത്. പുത്രനെയാണോ വിളിച്ചത്? ആരെയാ വിളിച്ചത്? ശരിക്കും ആരെയാ വിളിച്ചത്? ആരെയാ വിളിച്ചത്? വിഷ്ണുവിനെയാണോ വിളിച്ചത്? നാരായണൻ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ആണോ, ഭഗവാനെയാണോ വിളിച്ചത്, മകനെയാണോ വിളിച്ചത്? മകനെയാ വിളിച്ചതല്ലേ, മകനെയാ വിളിച്ചത്. ഭഗവാനിലേക്ക് ഇതുവരെ മനസ്സ് ഉയർന്നിട്ടില്ല, ഉണർന്നിട്ടില്ല. ഉണരാതെ എങ്ങനെ ഉയരും? വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതാ, ഉത്തിഷ്ഠത ജാഗ്രത. ആദ്യം നീ ഉണരൂ, ഉണർന്നാൽ നിനക്ക് ഉയരാം, ഉയർന്നാൽ നിനക്ക് വളരാം, പടർന്നു പന്തലിക്കാം. ആദ്യം വേണ്ടത് ഉറക്കത്തിൽ നിന്നുള്ളൊരു ഉണർച്ചയാണ്. ഇവിടെ നാരായണ എന്ന് വിളിച്ചപ്പോൾ ആ ഒറ്റ നാമത്തിൽ തന്നെ നാരായണ മകനെ വരൂ, ഇവിടെ വരൂ എന്ന് വിളിച്ചപ്പോൾ ഭഗവാനെ വിളിക്കുക, ഇങ്ങോട്ട് വരൂന്നു. അപ്പം ദേവന്മാർ ചോദിച്ചു എന്നാണ് പറയുന്നത് ഭഗവാനോട്, ഈ നാരായണ നാമം അദ്ദേഹം വിളിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരല്ലേ വിളിച്ചത് ഭഗവാനെ? ആ, അദ്ദേഹത്തിൻ്റെ മകന് നാരായണ എന്ന പേരുണ്ട്. പക്ഷെ നാരായണ എന്ന് മകനെ വിളിച്ചപ്പം അങ്ങെന്തിനാ ഓടി വന്ന് അങ്ങയുടെ പാർഷദന്മാരായ 4 പേരെ വിട്ട് ആ കയറൊക്കെ ഒഴിവാക്കി? അതെന്താ കാര്യം? എന്താ അത്? അജാമിളനല്ലേ അറിയാത്തത്? എന്തറിയാത്തത്? നാരായണ എന്ന് പറഞ്ഞ് എൻ്റെ പേരാണെന്ന് അജാമിളനല്ലേ അറിയാത്തത്? അതെ, എനിക്കറിയാലോ എൻ്റെ പേര് വിളിക്കുമ്പോൾ എന്നെയാ വിളിക്കുന്നതെന്ന്.
നാരത്തിൽ അയനം ചെയ്യുന്ന ഞാനല്ലേ നാരായണൻ എന്ന് പറയുന്നത്. ആ നാരായണനായി എന്നെ വിളിച്ചാൽ ഞാനല്ലേ ഓടിച്ചെല്ലേണ്ടത്? ഇവിടെ നിരാശരായി എന്തു പറയണമെന്നറിയാതെ ഇവർ മടങ്ങിപ്പോവുക. ആരും മടങ്ങിപ്പോയി? യമകിങ്കരന്മാർ. കാരണം അവരുടെ ജീവിതത്തിലെ ആദ്യാനുഭവമാണ്. ഇതുവരെ അങ്ങൊരു അനുഭവം ഉണ്ടായിട്ടില്ല. പലയിടത്തും പോയിട്ടുണ്ട്. പല കിങ്കരന്മാരെയും അവർ കയറ് കെട്ടി വലിച്ച് ഇഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. യമധർമ്മൻ്റെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ നോട്ടീസിനെ ഇതുവരെ മടക്കി അയച്ചിട്ടില്ല. ഇവിടെ നോട്ടീസ് മടക്കിയെന്നല്ല, ഇവിടെ ആ കയറ് എല്ലാം അഴിച്ചു മാറ്റി അവരെ അവിടുന്ന് ഓടിച്ചു കളഞ്ഞു. നിങ്ങൾ പൊയ്ക്കുള്ളൂ, ജീവൻ വേണമെങ്കിൽ പൊയ്ക്കുള്ളൂ എന്നുള്ള തരത്തിൽ അങ്ങനെ പറഞ്ഞു എന്നല്ല, അങ്ങനെ ആട്ടി അകറ്റിക്കളഞ്ഞു. ഭയങ്കരമായിട്ടുള്ള ആക്ഷേപമായിപ്പോയി. അവർക്ക് വലിയൊരു അഭിമാന നഷ്ടം സംഭവിച്ചു, അപമാനത്തിലായിപ്പോയി. കാരണം ചരിത്രത്തിൽ ആദ്യമായി യമധർമ്മൻ്റെ ദൂതന്മാരെ ഇതാ അയക്കപ്പെട്ടിരിക്കുന്നു, തിരിച്ചയക്കപ്പെട്ടിരിക്കുന്നു. അവരാ സങ്കടവുമായി എവിടെ എത്തി? യമധർമ്മൻ്റെ അടുക്കലേക്ക് എത്തി കഥ പറയുന്നുണ്ട്. ഇങ്ങനെ ആ കഥകൾ പറയുമ്പോൾ, സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ഇവരുടെ സംശയം, ആരുടെ സംശയം? യമദൂതന്മാരുടെ സംശയം. ഇതിനു മുൻപ് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു അനുഭവമില്ലാത്തത് കൊണ്ട് യമദൂതന്മാർ യമധർമ്മനോട് ചോദിക്കുകയാണ്, അല്ല ഞങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊരു കാര്യം ചോദിക്കുക. എന്താ? ഈ യമധർമ്മന്മാർ എത്ര പേരുണ്ട് ഈ ഭൂലോകത്ത്? അങ്ങല്ലാതെ വേറെ എത്ര പേരുണ്ട്? ഇതുവരെ ഞങ്ങൾ എവിടെ നോട്ടീസ് പതിക്കാൻ ചെന്നാലും അവിടെ നോട്ടീസ് പതിക്കും, കാര്യം സാധിച്ചിട്ട് പോരും. ആദ്യമായിട്ട് ഇതാ നോട്ടീസ് തിരിച്ചയക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളെ അവിടുന്ന് ഇറക്കി ഓടിച്ചിരിക്കുന്നു, ആക്ഷേപിച്ചിരിക്കുന്നു. ഇതെന്താ കാരണം? എത്ര പേരുണ്ട്? ഞങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനും ഒരു കിങ്കരൻ മാത്രമാണ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു കിങ്കരൻ മാത്രമാണ്. ഒരു സ്വാമിയുണ്ട്, ഇതിനെല്ലാം ആധാരമായിട്ടുള്ള ഒരു ഈശ്വരനുണ്ട്, ഒരു ഭഗവാനുണ്ട്, സർവ്വതിനും ആത്മാവായിരിക്കുന്ന ഒന്നുണ്ട്. ആ ഈശ്വരനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. എനിക്ക് പോലും ആ ഭഗവാന്റെ, ആ പരമാത്മ ചൈതന്യത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും ജംഗമങ്ങൾ, ജീവനുള്ളതിനെയാണ്, അവയുടെ പാപങ്ങൾ മാത്രമാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിനകത്ത് നിങ്ങൾക്ക് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും മറുത്തു പറയാനായിട്ട് സാധ്യമല്ല. സത്യം അറിയാത്തത് കൊണ്ടാണ്, യഥാർത്ഥ വസ്തുത അറിയാത്തത് കൊണ്ടാണ്, പരമാർത്ഥം അറിയാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് യമദേവൻ കിങ്കരന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്നു മാത്രമല്ല, കിങ്കരന്മാരോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ യമദേവൻ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? ഭഗവാനെ വിളിച്ചിട്ട് പൊറുക്കേണമേ ഭഗവാനെ എന്ന് പറയുന്നു. കാരണം എന്താന്ന് വെച്ചാൽ, നാമമാഹാത്മ്യം, നാമത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ഈ ദൂതന്മാർക്ക് അറിയാത്തത് കൊണ്ടാണ് അവരവിടെ ചെന്നത്, അല്ലേ? അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. അപ്പോൾ തെറ്റ് ചെയ്തതാരാ? യമദൂതന്മാരാ. യമദൂതന്മാർ തെറ്റ് ചെയ്താൽ അതിൻ്റെ യഥാർത്ഥമായ പഴി കേൾക്കേണ്ടി വരുന്നത് ആരാണ്? യമദൂതന്മാരായിരിക്കുമോ? യമനായിരിക്കും. ഏതെങ്കിലും ഒരു വകുപ്പിൽ, അല്ലേ, ഒരുപാട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോഗ്യം, എവിടെയെങ്കിലും ഒരു രോഗി, ഒരു ഗർഭിണിയായ സ്ത്രീ മരിച്ചു, നവജാത ശിശുവും മരിച്ചു എന്ന് നാളെ വാർത്ത വന്നാൽ ഉടനെ ആവശ്യപ്പെടും ആരോഗ്യമന്ത്രി രാജിവെക്കണം, അല്ലേ? പട്ടയത്തിൽ അഴിമതി എന്ന് പറഞ്ഞാൽ ഉടനെ എന്തു പറയും? റവന്യൂ വകുപ്പ് മന്ത്രി. കാരണം എന്താ? അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരാരാണോ അവർക്ക് അതിൻ്റെ ചുമതല. പലപ്പോഴും പക്ഷേ അങ്ങനെയല്ല നടക്കുന്നത്. നമ്മുടെ സംവിധാനത്തിൽ, ഉദ്യോഗസ്ഥ സംവിധാനത്തിലൊക്കെ പലപ്പോഴും നടക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും മുകളിലുള്ളവർക്ക് സത്പേരും താഴെയുള്ളവർ നല്ലത് ചെയ്താലും അവർക്ക് ദുഷ്പേരുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ പത്രത്തിൽ വായിക്കും ഒരുപക്ഷെ, അല്ലെങ്കിൽ ചാനലുകളിലൂടെ നിങ്ങൾ കാണുന്നുണ്ടാവും. സുപ്രസിദ്ധ കുറ്റവാളിയെ അതിസാഹസികമായി പോലീസ് സംഘം പിന്തുടർന്ന് അറസ്റ്റ് ചെയ്തു. ജില്ലാ പോലീസ് സൂപ്രണ്ട്, അതിൻ്റെ താഴെയുള്ള DYSP, ക്രൈം ഡിറ്റാച്ച്മെൻറ്റ്, CI, SI, പ്രിൻസിപ്പൽ, കുറേ പേരുടെ പേര് വരും. അവസാനം ഒരു പേരാണ് കോൺസ്റ്റബിൾ കുട്ടപ്പനും കൂടെ ഉണ്ടായിരുന്നു. ഈ കുട്ടപ്പൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോഴാണ് ഇതറിഞ്ഞ് അതിൻ്റെ പുറകെ പോയി ഇതെല്ലാം ചെയ്തത്. ബാക്കിയുള്ളവരുടെയൊക്കെ പേരിൽ മാത്രമേ ഉള്ളൂ കാര്യം, വേറെ ഒരു ബന്ധമില്ല ഇതുമായിട്ട്. കാരണം എന്താ?
അങ്ങനെയാണ് പലപ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നടക്കുന്നത് അങ്ങനെയാണ്. കാരണം ഏറ്റവും മുകളിലുള്ളവർക്ക് സൽപ്പേര് കിട്ടും. ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞാൽ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയും. കാരണം അവർ കൈ കഴുകുകയും ചെയ്യും. നമുക്കറിയാമല്ലോ, നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ യമധർമ്മൻ, ആ ധർമ്മരാജാവുണ്ടല്ലോ, വേണേ അങ്ങനെ ചെയ്യാമായിരുന്നു. ഈ യമദൂതന്മാർ 3 പേർ സസ്പെൻഡഡ് അല്ലേ? നിങ്ങൾക്കറിയില്ലേ, വിശ്വപാർഷദന്മാർ അവിടെ വന്നപ്പോൾ, വിഷ്ണുവിൻ്റെ പാർഷദന്മാരായിട്ടുള്ളവർ, ദൂതന്മാരായിട്ടുള്ളവർ അവിടെ വന്നപ്പോൾ, നിങ്ങൾ പിന്നെ എന്തിനാ അവിടെ നിന്നു? ഓടി വരണ്ടേ എൻ്റെ അടുക്കിലേക്ക്? നിങ്ങൾ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാതെ മക്കളെ എന്ന് വിളിച്ച് സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. മക്കളെ എന്ന് വിളിക്കുക, മക്കളെ എന്ന് വിളിച്ച് സംബോധന ചെയ്തിട്ട് പറയുകയാണ്, ഈ സത്യം പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഭഗവാനോട് പൊറുക്കേണമേ എന്നും പറയുന്നു. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ളൊരു വലിയ മനസ്സ്. നമ്മളും അങ്ങനെയാവണം. യമധർമ്മൻ അങ്ങനെയായി, നമ്മളും അങ്ങനെയാകണം. അടിവരയിട്ട് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുക. തെറ്റുവന്നാൽ നമ്മുടെ താഴെയുള്ളവരാണത് ചെയ്യുന്നതെങ്കിലും അത് ഏറ്റെടുക്കാനുള്ളൊരു മനസ്സാന്നിധ്യം കാട്ടണം. മാനസികമായ ഒരു വിശാല ബോധമുണ്ടാവണം. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്ന് ഭാഗവതം ഇന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പ്രസക്തമായൊരു കാര്യം ഭാഗവതം ചൂണ്ടിക്കാട്ടെ. അതാ നേരത്തെ സൂചിപ്പിച്ചത്. എന്താണ്? നവമായിട്ട് 500 വർഷം കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൻ്റെ 2500 കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം പറയുന്ന പുസ്തകത്തിൻ്റെ പേരായിരിക്കും ഭാഗവതം. മറ്റുള്ള എല്ലാം വായിച്ച് പിന്തള്ളപ്പെടും. ഒരു നോവൽ നമ്മൾ ഇന്ന് വായിച്ചു, നാളെ പിന്നെ നമ്മളത് തുറക്കത്തില്ല. ഞാൻ വായിച്ചതല്ലേ, വെറുതെ എന്നാലും എനിക്ക് വേണ്ട, ഞാൻ വായിച്ചതാ എന്ന് പറയും. ഭാഗവതം കൊടുത്താൽ ആരും പറയും ഞാൻ വായിച്ചതാ. ഭാഗവത സപ്താഹം 40, 50 ഇങ്ങനെ പിന്നെയും പിന്നെയും അത് കേൾക്കാൻ വേണ്ടി, ആ അമൃതരസം പാനം ചെയ്യാൻ വേണ്ടി വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ജീവിതത്തിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നു, ഞാൻ കേൾക്കുന്നു. എത്ര കേട്ടിട്ടും മതിയാവുന്നില്ല. പരീക്ഷിത്ത് മഹാരാജൻ എത്ര വിശദീകരിച്ചിട്ടും മതിയാവുന്നില്ല. വീണ്ടും വിശദീകരിച്ചു പറയൂ. അതാണ് ശ്രോതാവിൻ്റെ ആ ഒരു യോഗ്യത എന്ന് പറയുന്നത്. ശ്രോതാവിൻ്റെ യോഗ്യത, എനിക്ക് കേൾക്കാനുള്ള ആകാംക്ഷ, ജിജ്ഞാസ ഉണ്ടാകണം. ആകാംക്ഷ ഉണ്ടാകണം, ഇനി വീണ്ടും കേൾക്കണം, വീണ്ടും വിശദീകരിച്ച് പറയണം. അപ്പോഴാണ് അധികാരി ഭാവത്തിലിരുന്ന ശുകബ്രഹ്മർഷി പറയുന്നു, ആവശ്യക്കാരന് കൊടുത്താൽ മതി, എല്ലാവരും വിളിച്ച് കൊണ്ടുവന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അവൻ യോഗ്യനാണെങ്കിൽ ഇവിടെ വന്നിരിക്കും. ഇത്രയും പേർക്കാണ് ഇന്ന് ഇവിടെ ഭാഗവത സത്രത്തിൻ്റെ 6ാം ദിവസം ഇവിടെ വന്നിരിക്കാൻ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പോലും, ഈ ഗുരുവായൂരിൽ നിന്ന് ഒരാൾക്ക് പോലും ഇവിടേക്ക് വരാൻ പറ്റില്ല. കാരണം ഇത്രയും പേർക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുകയുള്ളൂ, ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിശ്ചയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യമധർമ്മൻ്റെ ഈ മറുപടിയിലൂടെ യമധർമ്മൻ കാട്ടിത്തരുന്നൊരു മാതൃക. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പോലും വെറും കിങ്കരനാണ്, കിങ്കരൻ മാത്രമാണ്, ഒന്നുമല്ല, അതിനപ്പുറത്തൊന്നുമല്ല. ചില പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർ വലിയ സ്ഥാനമാനങ്ങളാണെന്ന് കരുതുന്നവരുണ്ട് അല്ലേ? ആ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ അവരോ വല്ല വിലയുണ്ടോ? ഒരു വില, ആ സ്ഥാനത്തിൻ്റെ വിലയായിരുന്നു ഇത്രയും നാൾ നൽകിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മത്തിൻ്റെ ആ ഒരു മൂല്യമുണ്ട്, ആ ധാർമ്മികതയുണ്ട്, ആ ധാർമ്മിക മൂല്യമുണ്ട്. അതാണ് ഒരു കുഞ്ഞിനെയാണെങ്കിലും വലിപ്പമുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരാളെയാണെങ്കിലും മഹത്വവൽക്കരിക്കുന്നത്. 5 വയസ്സുള്ളൊരു കുഞ്ഞ് അമ്മ ഉപവസിച്ചിരിക്കുമ്പോൾ ആ കുഞ്ഞിന് വിഷമം തോന്നി. 5 വയസ്സുകാരനാണ്. എന്താ വിഷമം തോന്നാൻ കാര്യം? കോകില വ്രതം അനുഷ്ഠിക്കുക. ഉത്തരേന്ത്യയിൽ അത് കൂടി, നമ്മുടെ നാട്ടിൽ അങ്ങനെ കേട്ടിട്ടില്ല. ഈ കോകില വ്രതം അനുഷ്ഠിക്കുമ്പോൾ പിറ്റേന്ന് പുലർച്ചെ എവിടെ നിന്നെങ്കിലും കുയിലിൻ്റെ നാദം കേൾക്കണം. ഈ നാദം കേട്ടാലേ പിന്നീട് പാരണ വീട്ടിൽ ഭക്ഷണം കഴിച്ച് തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വ്രതം അവസാനിപ്പിക്കാൻ സാധ്യമാകുള്ളൂ. പിറ്റേന്ന് നേരം പോലെ കുറേ സമയം കഴിഞ്ഞു, കുഞ്ഞ് 5 വയസ്സുകാരൻ കഴിച്ചു. കുറേ നേരം കഴിഞ്ഞിട്ടും അമ്മ കഴിക്കുന്നില്ല. അവന് വിഷമമായി, പ്രയാസമായി. ശബ്ദം കേൾക്കുന്നുണ്ടോ? കുയിൽ നാദം കേട്ട പോലെ തോന്നി. അപ്പോൾ അമ്മയോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനെന്ത് ചെയ്തു? വീടിൻ്റെ പിന്നിലൂടെ ഇറങ്ങിയൊരു മാവിൻ്റെ മറവത്ത് പോയിരുന്നിട്ട് കുയിൽ കൂവുന്നത് പോലെ നീട്ടി കൂവി. ഓടി അമ്മയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മ കേട്ടില്ലേ? എന്ത് കേട്ടില്ലേ? കുയിൽനാദം കേട്ടില്ലേ? കാരണം കുയിൽനാദം കേട്ട് കഴിഞ്ഞാൽ അമ്മ വ്രതം അവസാനിപ്പിച്ച് അമ്മ ഭക്ഷണം കഴിക്കുമല്ലോ. അമ്മയ്ക്ക് സങ്കടമായിപ്പോയി. കാരണം സത്യസന്ധമായി വ്രതം നോക്കുന്ന അമ്മയ്ക്ക് ഈ മകൻ, തൻ്റെ പിഞ്ചു കുഞ്ഞ് അല്ലെങ്കിൽ 5 വയസ്സുള്ള അവൻ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി. അമ്മൻ സന്തോഷിക്കുകയല്ല അമ്മ ചെയ്തത്. അമ്മ അതിൻ്റെ 2 കൈ ഇങ്ങോട്ട് അടുപ്പിച്ചു.
എന്നിട്ട് തുടയ്ക്ക് നല്ലൊരടി കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മഹാദേവ, ഇങ്ങനെയൊന്നിനെയാണല്ലോ, നുണ പറയുന്നവനെയാണല്ലോ എനിക്ക് തന്നത് എന്നമ്മ പറയുകയും അമ്മയുടെ കണ്ണിൽ നിന്നിങ്ങനെ ധാരയായിട്ട് ഒഴുകുകയും ചെയ്തപ്പോൾ ആ കുഞ്ഞ് അവിടെ നിന്നങ്ങ് ഭസ്മമാകുന്നത് പോലെ, 5 വയസ്സുകാരനാണെങ്കിലും അവൻ്റെ കണ്ണിൽ നിന്നും തുരുതുരെ കണ്ണുനീരൊഴുകി. അന്നവൻ തീരുമാനിച്ചു, അന്നവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇനി ഒരിക്കലും ഞാൻ കള്ളം പറയില്ല, സത്യമേ പറയൂ. വളർന്നു പന്തലിച്ച് ആ മകൻ വളർന്നു പന്തലിച്ച് ലോകം അറിയപ്പെടുന്ന വ്യക്തിയായി. അപ്പോൾ ജീവചരിത്രം എഴുതിയപ്പോൾ അതിന് പേര് കൊടുത്തു, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. ആ വ്യക്തിയെ, ആ കുഞ്ഞിനെ വളർന്നപ്പോൾ നമ്മൾ വിളിച്ചു മഹാത്മാഗാന്ധി എന്ന് വിളിച്ചത് ഒരമ്മ നൽകിയ പാഠം. ഒരമ്മയ്ക്ക് എങ്ങനെ നമ്മുടെ കുടുംബത്ത്, നമ്മളെല്ലാം പറയുന്നു അല്ലേ, പക്ഷെ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ വളർത്താൻ പറ്റുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു ഭക്തശ്രേഷ്ഠനായിട്ടുള്ള പ്രഹ്ലാദൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ ഉരുവപ്പെടുന്ന സന്ദർഭത്തിൽ ലഭിച്ചത് ആ ജ്ഞാനം. ഇവിടെ ഒരമ്മ എങ്ങനെ വളർത്തി, അടി കൊടുക്കേണ്ടപ്പോൾ അടി കൊടുത്തും ഉപദേശം കൊടുക്കേണ്ടപ്പോൾ ഉപദേശം കൊടുത്തും അവന് വഴികാട്ടിയായി ഒരമ്മയുണ്ടെങ്കിൽ ഒരുപാട് മഹാത്മാഗാന്ധിമാരെ അല്ലേ, ഒരുപാട് പ്രഹ്ലാദന്മാരെ നമുക്ക് ലഭിക്കും. അപ്പം തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. ഇവിടെ പറഞ്ഞു വന്നത്, അജാമിളൻ ഇത്രമാത്രം ദുർവൃത്തനായിരുന്നു, എല്ലാ മോശ സ്വഭാവവും കയ്യിലുണ്ടായിരുന്നു. ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ടാ അല്ലേ, ബ്രഹ്മത്തെ അറിയുന്നവനാ, മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കേണ്ടവനാ, മാർഗദർശിയാ, വഴികാട്ടിയാ. അതാണ്, വഴികാട്ടിയാവേണ്ടവനാ. വഴികാട്ടിയായിട്ടും, അല്ലെങ്കിൽ വഴികാട്ടി ആദ്യം വരെ 10-25 വയസ്സ് വരെ അങ്ങനെയായിരുന്നു. സർവ്വകാര്യങ്ങളും ചെയ്ത് തൻ്റേതായ ഒരു ബ്രാഹ്മണൻ ചെയ്യേണ്ടതായ സർവ്വ കടമകളും നിർവഹിച്ച് ഒക്കെ മുന്നോട്ട് പോയ അജാമിളന് ഒരു ഘട്ടത്തിൽ അല്ലേ, ആ സ്ത്രീയെ കണ്ടു, കാട്ടിൽ വെച്ച് ആ സ്ത്രീയെ കണ്ടു, ഒപ്പമുള്ള പുരുഷനും ചേർന്ന് പാട്ടുപാടുന്നത് കേട്ടു, അവരുടെ വസ്ത്രങ്ങളൊക്കെ മാറി ഇരിക്കുന്ന കാഴ്ചകൾ കണ്ടു. അതിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു ക്ഷണം കൊണ്ട് മനസ്സ് വലിയ പരിവർത്തനത്തിലേക്ക് പോയി. ഒന്ന് ആലോചിച്ച് നോക്കുക, മനസ്സിനെ അങ്ങനെയാണ് മനസ്സ് പരിവർത്തനം സംഭവിച്ചത്. ആ പരിവർത്തനത്തിൽ നിന്നാണ് ശരിക്കും അജാമിളൻ എന്ന് പറയുന്ന ഒരു വലിയൊരു, നമ്മളൊരിക്കലും മാതൃകയാക്കാൻ പറ്റാത്ത ഒരു ജീവിതത്തിനെ നമുക്ക് കാട്ടിത്തരുന്നു. ഭാഗവതം നമുക്ക് കാട്ടിത്തരുന്നത്, മുന്നിൽ തരുന്നത് ഇതാണ്. എന്ത്? ഒരിക്കലും ഇങ്ങനെ ആവരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ശ്രേഷ്ഠമായ മഹാപ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ പോലും, ഒരുപാട് പ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ പോലും പാപങ്ങൾ ഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ? പ്രായശ്ചിത്തങ്ങൾക്ക് പലപ്പോഴും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രായശ്ചിത്തങ്ങൾക്ക് എന്ത് ചെയ്യാനേ കഴിയുള്ളൂ? പാപം ഇല്ലാതാക്കാനേ പറ്റുകയുള്ളൂ. പാപത്തിൻ്റെ വാസനയെ ഇല്ലാതാക്കാൻ, വേരിറക്കാൻ പറ്റില്ല. വിത്ത് അവിടെ കിടക്കും. ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. പേരിൽ തന്നെയുണ്ട് എന്താണ് ആലപ്പുഴ, അലയും പുഴയും. ഒരു ഭാഗത്ത് കടൽ, ഒരു ഭാഗത്ത് മുഴുവൻ കായൽ, കനാലുകൾ, തോടുകൾ ഇങ്ങനെ കിടക്കുക. അവിടെ ഞങ്ങൾ എല്ലാ വർഷവും ഒരു പരിപാടി നടത്തും. എന്താണെന്നറിയാമോ? ആ പരിപാടി എന്ന് പറയുന്നത് പോള വാരുക എന്നുള്ള പരിപാടിയാണ്. വലിയ പദ്ധതിയാണ്. എല്ലാ വർഷവും ഞങ്ങളൊരു 5 കോടി രൂപയൊക്കെ അതിന് വേണ്ടി മാറ്റി വയ്ക്കും, പോള വരാൻ വേണ്ടി. കാരണം ഈ വർഷം വാരി എന്നാലേ അടുത്ത വർഷം വരാൻ പറ്റും. അടുത്ത വർഷം വാരി ഇങ്ങനെ ഒരു 10-15 വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഞങ്ങൾ പോള വാരിയിട്ടും ഇപ്പോൾ ചെന്ന് നോക്കിയാലും പോള എവിടെയുണ്ട്? പോള മാറിയിട്ടില്ല. അപ്പം മുതിർന്ന ആളുകൾ പറയും, പഴമക്കാർ പറയുന്നത് എന്താണ്? ഈ കനാലുകളിലൊക്കെ ചെളി അടിഞ്ഞിരിക്കുന്നു. ഈ വിത്ത് ചെളിക്കുള്ളിലാണ്. ഈ വിത്ത് വാരിക്കളയുന്നത് പുറത്തുള്ള കാക്കപ്പോളയുടെ പുറഭാഗം മാത്രമാണ് വാരിക്കളയുന്നത്. 3 ആഴ്ച അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ഈ പോള പഴയ അവസ്ഥയിലേക്ക് വരും. കാരണം എന്താ? ചെളിക്കുണ്ടിൽ മുഴുവൻ വിത്തുകൾ ഇങ്ങനെ അടുങ്ങി പതിറ്റാണ്ടുകളായിട്ടുള്ള കാക്കപ്പോളയുടെ ഈ വിത്തുകൾ മുഴുവൻ, ആഫ്രിക്കൻ പായൽ പല പേര് പറയും. വഞ്ചികൾക്കൊന്നും പോകാൻ പറ്റില്ല, വലിയ പ്രയാസമാണ്. ഗതാഗതവും നടക്കില്ല. മത്സ്യത്തൊഴിലാളികളൊക്കെ പോകുമ്പോൾ വലിയ പ്രയാസപ്പെട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വാരി കളഞ്ഞിട്ടും അത് മാറുന്നില്ല. കാരണം എന്താ? വിത്തുണ്ട് എന്ന് പറയുന്നത് പോലെ. അതും ഭാഗവതമായിട്ട് എന്താ ബന്ധം? അത് തന്നെ പറഞ്ഞത്. പാപം ഹരിക്കാൻ പറ്റും, എന്ത് പറ്റില്ല? പാപവാസന അല്ലേ ചെയ്യണം. മുജ്ജന്മത്തിൽ എന്തോ ബന്ധമുണ്ടായിരുന്നു അജാമിളന്. അതാണ് അവിടെ ചെന്നപ്പോൾ കണ്ണങ്ങോട്ട് പോയി. അല്ല, അങ്ങോട്ടല്ല പോകണ്ട, ഞാൻ ഇങ്ങോട്ടാ. തല തിരിച്ചു നോക്കിയിട്ടും അജാമിളൻ അങ്ങോട്ട് കണ്ണ് തിരിഞ്ഞത്. നയനം, നേത്രം നയിച്ചത്
അജാമിളിനെ നയിച്ചത് കണ്ണാണ്, അല്ലേ? ആത്മാവല്ല നയിച്ചത്, കണ്ണാണ്. നയിച്ചു കൊണ്ടുപോയത് കൊണ്ട് നയനമെന്ന് പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ച പോലെ നേത്രം. അജാമിളിനെ നയിച്ചത് ആ മാനസിക അവസ്ഥയാണ്, ദുർബലതകളാണ്, ബലഹീനതകളാണ്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ബലഹീനതകളെ ഹരിച്ചു കളയണമെന്നുണ്ടെങ്കിൽ, കരിയിച്ച് കളയണമെന്നുണ്ടെങ്കിൽ, അല്ലേ? ആധുനിക ശാസ്ത്രം പലതിനെയും, ശരീരത്തിലുള്ള പലതിനെയും കരിയിച്ച് കളയും. ചിലതൊക്കെ അങ്ങ് പോകും, ചിലത് വീണ്ടും വരും. ഇവിടെ എങ്ങനെ കരിയിക്കണമെന്നുണ്ടെങ്കിൽ, പാപകർമ്മങ്ങളെ കരിയിച്ച് കളയണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? വേണ്ടത് വാസനകളെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിനു മാത്രമേ കഴിയുകയുള്ളൂ, ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം നടത്തി ആ നാമജപത്തിലേക്ക് എത്തുക. ഏത് നാമജപം? ഭഗവാന്റെ 4 അക്ഷരം. നാരദ മഹർഷി എവിടെ ചെന്നാലും പറയുന്ന, അല്ലേ? ശ്വാസത്തേക്കാൾ കൂടുതലായി എടുക്കുന്നത് എന്താണ്? നാരായണ 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 നാമം. ആ നാമം കലിസന്ധർണോ ഉപനിഷത്തിൽ പറയുന്നത് പോലെ ഈ കാലത്ത് കലിയുഗത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഞ്ചിയാണ് ഈ നാമം, നാരായണ നാമം, അല്ലേ? ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ചല്ല, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ നാമം അത് ആരാണോ ജപിക്കുന്നത് അവരെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്. എന്തു പറഞ്ഞു? അജാമിളൻ അറിയില്ല നാരായണൻ ആരാണെന്ന്. അതുകൊണ്ട് കാര്യമില്ലല്ലോ, എൻ്റെ നാമം ജപിച്ചാൽ എനിക്കറിയില്ലേ? എനിക്കറിയാമല്ലോ എൻ്റെ പേര് നാരായണനാണെന്ന്. അപ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ ഓടിച്ചെല്ലണ്ടേ? അതാ നാമജപത്തിൻ്റെ പ്രാധാന്യം. മറ്റ് യുഗങ്ങളിൽ നിന്നുള്ള വ്യത്യാസം, നമുക്ക് എവിടെ ഇരുന്നും നാമം ജപിക്കാൻ, അല്ലേ? ബസ്സിലിരുന്ന് നാമം ജപിക്കാം. അടുക്കളയിൽ ചായ തിളപ്പിക്കുമ്പോഴും നാരായണ നാരായണ എന്ന് ജപിച്ചാൽ പഞ്ചസാര മിക്കവാറും കുറച്ചിട്ടാൽ മതിയാവും, അല്ലേ? തേയില കുറച്ചിട്ടാലും പറയും. വീട്ടിൽ കാരണവന്മാരുണ്ടെങ്കിൽ പറയും, ഇന്ന് നല്ല കടുപ്പത്തിലായിരുന്നല്ലോ, ഇന്നിച്ചിരി മധുരം കൂടുതൽ ഇട്ടായിരുന്നോ, അല്ലേ? ഭഗവത് സാന്നിധ്യത്തിലൊന്ന് നമ്മൾ പ്രസാദമായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു മാധുര്യം വീട്ടിൽ വെച്ചാൽ കിട്ടുമോ? ഇല്ല. നിവേദ്യമായി നമ്മൾ ഭഗവാന് സമർപ്പിച്ചത് പ്രസാദമായി ഭഗവാൻ തരുന്നു. നിവേദ്യം സമർപ്പിച്ചു, അല്ലേ? ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. എവിടെ തുടങ്ങിയാലേ സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ? ആത്മനിവേദനത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എവിടെ ചെല്ലണം? ആദ്യം എന്താണ് ഒന്നാമത്തെ പടി? എന്താ? 18 പടി കഴിഞ്ഞാലേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ പടി കയറി, ഞാൻ ഒന്നാമത്തെ പടി കയറി കേട്ടോ, പറ്റില്ല, അല്ലേ? രണ്ടാമത്തെ പടി ഇല്ല. മൂന്നാമത്തെ പടി 18 കരുതി ഞാൻ കയറി കേട്ടോ, പറ്റുമോ? 18 പടി കയറണം, എന്നാലേ ഭഗവാനെ കാണാൻ പറ്റുകയുള്ളൂ. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ, അല്ലേ? പടി 6 കടക്കണം. കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ എല്ലാം ഈ നാമജപത്തിലൂടെ അത് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നു, യജ്ഞാനം ജപയജ്ഞോസ്മി, അല്ലേ? ഭഗവാൻ പറയുന്ന എല്ലാം ഞാനാണെന്ന് പറയുന്ന ഭഗവാൻ ചിലത് പറയും, ചിലത് പ്രിയപ്പെട്ടത് കാണും, പറയും ഇത് ഞാനാ കേട്ടോ. ചില കുട്ടികൾ അമ്മ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വന്നതാ, അമ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാ. പെൺകുട്ടികളാണെങ്കിൽ അമ്മ വാങ്ങിക്കൊണ്ട് വന്ന ചുരിദാർ ഇടുമ്പോൾ അമ്മ ഇത് കൊള്ളാലോ, ഇത് കൊള്ളാലോ, ആണോ? എന്താ അടുത്ത അമ്മ അങ്ങോട്ട് ചോദിക്കണം, മോക്ക് ഇഷ്ടപ്പെട്ടോ? ആ അല്ല കൊള്ളാം, എന്നാൽ നീ എടുത്തോ. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മയെ കൊള്ളാലോ. അമ്മ ഇപ്പം എന്ത് ചെയ്യും? ത്യജിക്കും. ത്യാഗത്തിൻ്റെ മൂർത്തിഭാവമാണല്ലോ അമ്മമാർ. ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താ? വേദാനം സാമവേദോസ്മി. എല്ലാ വേദവും ഞാൻ തന്നെയാ, പക്ഷേ വേദങ്ങളിൽ സാമവേദം ഞാനാ. അതെന്താ? സരിഗമപദ, അല്ലേ? സപ്തസ്വരങ്ങൾ അവിടെ നിന്ന് വന്നതുകൊണ്ട് വേണുഗോപാലനായ ഭഗവാൻ പറയുന്നു, സംഗീതപ്രിയനായ ഭഗവാൻ പറയുന്നു, സമവേദം ഞാനാകുന്നു. വേദാനാം സാമവേദോസ്മി.
ദേവാനാമസ്മി വാസവ, എല്ലാം ഞാൻ തന്നെയാണ്, പക്ഷേ ദേവേന്ദ്രൻ ഞാനാ. എന്നിട്ട് ഭഗവാൻ പറയുന്നത് എന്താ? യജ്ഞാനാം ജപയജ്ഞോസ്മി, എല്ലാ യജ്ഞങ്ങളും ഞാൻ തന്നെയാണ് കേട്ടോ, പക്ഷേ ജപയജ്ഞം അത് പക്ഷേ ഞാൻ ഇച്ചിരി കൂടുതലുണ്ട് അതിനകത്ത്. ഇത്തിരി കൂടുതലായിട്ട് ഞാൻ നിൽക്കുന്നത് എവിടെയാ? ജപയജ്ഞത്തില്ല. അപ്പം ജപിക്കുക എന്ന് പറയുന്നത്, അക്ഷരം എന്ന് പറയുന്നത് എല്ലാ അക്ഷരങ്ങളും മന്ത്രങ്ങളെന്നാണ് പറയുന്നത്. ഔഷധമില്ലാത്ത ഒരു സസ്യവുമില്ലെന്നാണ് പറയുന്നത്. എല്ലാത്തിനും ഉണ്ട്. നമ്മൾ നിസ്സാരമായി കാണുന്ന പല പുല്ലുകളും പല സസ്യങ്ങളും ഒക്കെ എന്താ? ആയുർവേദത്തിലെ അതിദിവ്യമായിട്ടുള്ള ഔഷധങ്ങളാണ്. കടപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു സിദ്ധവൈദ്യൻ, ഡോക്ടറാണ്, ചേർത്തല ഹോസ്പിറ്റലിലെ ഡോക്ടർ, അദ്ദേഹം പറഞ്ഞു, ഈ പ്രദേശത്ത് വാതരോഗികൾ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ബീച്ചിൽ നിൽക്കുമ്പോൾ പറയാം. നോക്കിയാൽ ശരിയാ, എനിക്ക് ശരിയാണെന്ന് അറിയില്ല, കാരണം അദ്ദേഹമാണ് സിദ്ധം വൈദ്യം പഠിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ പറയാൻ കാര്യം? വാതരോഗം ഇത് ഇവിടെ കണ്ടില്ല, ഒരുപാട് കറുകപ്പുല്ല് നിൽക്കുന്നല്ലോ. എവിടെയാണോ ആ കറുകപ്പുല്ലിനെ ആവശ്യം അവിടെ അതെങ്ങനെ വളരുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് തീരദേശമാണ്, അവിടെ വാതരോഗികൾ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്രയും കറുകപ്പുല്ലുള്ളത്. ഭഗവാൻ അറിയാം എവിടെ എന്ത് എപ്പോൾ എങ്ങനെ കൊടുക്കണം വേണ്ടത്. നമുക്ക് അജാമിളന് നാരായണ അറിയത്തില്ല, ഭഗവാൻ അറിയാം. നാരായണൻ എൻ്റെ പേരാണ്, അജാമിളൻ അറിയില്ല. എങ്കിലും അതിൻ്റെ അനുഭവം അല്ലേ, അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും അഗ്നിയിൽ കൈവച്ചാൽ പൊള്ളും. ഞാൻ ദീപത്തിൽ കൈവയ്ക്കാൻ വിട്ടു, അഗ്നിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൈപൊള്ളും. അറിയാതെ ചെയ്താലോ, അറിയാതെയാണെങ്കിലും കൈപൊള്ളും. അതിന് യാതൊരു മാറ്റവുമില്ല. നാമത്തിൻ്റെ പ്രാധാന്യം അതാണ്, നാമജപത്തിൻ്റെ പ്രാധാന്യം അതാണ്. നാമം എത്ര ജപിച്ചാലും അധികമാകുമോ? നമ്മൾ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞിട്ട് അല്ലേ, സഹസ്രനാമം ഭഗവാന്റെ 1000 നാമം ചൊല്ലിയാൻ, ഭഗവാൻ 1000 നാമമേ ഉള്ളൂ, 1000 നാമങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ള നാമങ്ങളൊക്കെ ആരുടെയാ? ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാ അല്ലേ നമ്മൾ പറയുന്നു. എന്നിട്ട് പറയുന്നു ഭഗവാൻ 1000 നാമമാണ്. ഒരു പേര് പറഞ്ഞു, സഹസ്രനാമം എന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സഹസ്രനാമമൊന്നുമല്ല, എല്ലാ നാമങ്ങളും ഭഗവാന്റെ തന്നെയാണ്. നമുക്കിഷ്ടമുള്ളതിനെ നമ്മളെന്ത് പറയുന്നു? നമ്മൾ എടുത്തു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോഴും നമ്മൾ പറയും, എന്താ ചൊല്ലുന്നത്? നാമപാരായണ പ്രീത നന്ദി വിദ്യ നടേശ്വരി. അമ്മയെ പറയുന്നത് അങ്ങനെയാണ്. നാമപാരായണം എത്ര പറഞ്ഞാലും മതിയാത്തില്ല. ഇനി എന്നെക്കുറിച്ച് പറയൂ, ഇനി എന്നെക്കുറിച്ച് പറയൂ അല്ലേ, അങ്ങനെ പറയും. ഭഗവാനെക്കുറിച്ച് എത്ര പറഞ്ഞാലും 1000 നാവുള്ള അനന്തന് പോലും അവിടുത്തെ ആ ദിവ്യതയെക്കുറിച്ച് പാടി പുകഴ്ത്താനാവില്ല എന്നുള്ളത്. 1000 നാമത്തിൽ ഒതുക്കാൻ പാടില്ല. അതുകൊണ്ട് നാമജപം ഈ കലികാലത്തിൽ വേറൊന്നും ചെയ്യണ്ട. തീർത്ഥസ്നാനങ്ങളിൽ പോയില്ലെങ്കിലും, പോകുന്നതിൽ പോകണ്ട എന്നല്ല, പോയില്ലെങ്കിലും യാഗങ്ങളിലും ഹോമങ്ങളിലും ഒന്നും പങ്കെടുത്തില്ലെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന യജ്ഞം എന്താണ്? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തന്നു, യജ്ഞാനാം ജപയജ്ഞോസ്മി, ജപിക്കുക, വീണ്ടും വീണ്ടും ജപിക്കുക. അങ്ങനെ ആ മനസ്സിലുള്ളതെല്ലാം ചുട്ടുകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ആ കനാലുകളിലെ ചെളിക്കുണ്ടിൽ ആഴ്ന്നുപോയ വിത്തുകൾ എങ്ങനെയാണോ ഇല്ലാതാവുന്നതെന്ന് പറയുന്നത് പോലെ, ഈ പാപത്തിൻ്റെ വേരുകളില്ലാതായാൽ പിന്നെ ഒരിക്കലും ജനനം മരണം മാറി മാറി നമുക്കിങ്ങനെ വേഷം കെട്ടേണ്ടി വരില്ല. അല്ലെങ്കിലോ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, ഗീത എന്ന് പറയുന്നു, നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ പുണ്യമൊക്കെ ക്ഷീണിച്ച് കഴിയുമ്പോൾ, ഇല്ലാതാകുമ്പോൾ, കുറയുമ്പോൾ കെട്ടി ഇങ്ങോട്ട് വരേണ്ടി വരും. വീണ്ടും പുണ്യം ചെയ്ത് കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് പോകേണ്ടി വരും. 2 തുല്യമാണെങ്കിൽ ഭൂമിയിലേക്ക് വരേണ്ടി വരും. ഇതൊന്നും വേണ്ട. ഭഗവാന്റെ ആ തൃച്ചേവടികളെ ലക്ഷ്യമാക്കിക്കൊണ്ട്, നാമജപമല്ലാതെ മറ്റൊന്നും എനിക്കില്ല, ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല, ആ ഭഗവാന്റെ നാമമാണ് എൻ്റെ ആയുധം, എൻ്റെ കവചം, എന്നെ സംരക്ഷിക്കുന്നത് എന്നുള്ള ബോധ്യം. മറ്റുള്ളവർ പറഞ്ഞിട്ട് എല്ലാവരും സഹസ്രനാമം ചൊല്ലണം കേട്ടോ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചാലോ എത്തുമോ? അവിടെ മനസ്സില്ല, മനസ്സ് വെച്ചിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചു, മനസ്സുണ്ടാവണം. മനസ്സ് വെച്ചിട്ട് വേണം. തപസ്സായാലും ബ്രഹ്മചര്യമായാലും ശമമായാലും ദമമായാലും യമമായാലും നിയമാദികളായാലും സത്യം ശുചി എല്ലാം പറഞ്ഞു. അത് പക്ഷേ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. പിന്നെയോ മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യണം. മനസ്സുണ്ടോ? അതിനുള്ള മനസ്സുണ്ടോ? കാരണം എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ? എന്താ ശരിക്കും ഭക്തി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നെറ്റിയിലിങ്ങനെ ചന്ദനം തേച്ചാൽ ഭക്തിയായി, കയ്യിൽ ധരിച്ചാൽ ഭക്തിയായി, രുദ്രാക്ഷം ധരിച്ചാൽ ഭക്തിയായി, ക്ഷേത്രത്തിൽ പോയാൽ ഭക്തിയായി അല്ലേ? ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറയുന്ന
നാരദ മഹർഷി പറയുന്നത്, നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നു, പരമ പ്രേമരൂപ, പരമമായ പ്രേമം. നമുക്ക് കുറച്ച് പ്രേമം അവിടെ, കുറച്ച് പ്രേമം ഇവിടെ, പല കിണറുകൾക്കുള്ള പല കുഴികൾ കുത്തി കുത്തി അയ്യോ വെള്ളമൊന്നും വരുന്നില്ലല്ലോ, കിട്ടുന്നില്ലല്ലോ. എന്താ കാരണം? പലയിടത്ത് 10 സെൻറ്റിൽ തന്നെ 10 ഇടത്ത് ഓരോ റിങ് ഇറക്കിയിരിക്കുക. 1 മീറ്ററുള്ള റിങ്. ഒരുമിച്ചായിരുന്നെങ്കിൽ 10 മീറ്റർ താഴ്ച പോകുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് കുഴിച്ച ഉടനെ കടലും കായലും ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കിട്ടും. ഒരു 7 റിങ് 8 റിങ്ങൊക്കെ അല്ലെങ്കിൽ 9 റിങ് പരമാവധി മതി. പക്ഷെ കൊട്ടാരക്കര ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാലോ അഗാധ ഗർത്തമാണ്, പേടിച്ചു പോകും കണ്ടു കഴിഞ്ഞാൽ അല്ലേ. വളരെ കൊല്ലം മല പ്രദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിണറെന്ന് പറഞ്ഞാൽ അങ്ങ് താഴെ ജലം കിട്ടണമെങ്കിൽ അതും 1 തൊട്ടി വെള്ളമേ കാണുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഊറി വരും. അങ്ങനെയാണ്. അപ്പോൾ എന്ത് വേണം? നമ്മൾ എന്ത് ചെയ്യണം? ആ ഭഗവാനിൽ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ രാമായണം ഓർപ്പിക്കുന്നത് ആത്മാ പരമാത്മാ രണ്ടാണെന്ന് വിചാരിക്കുന്നവൻ മൂഢനാണ്, ബുദ്ധിഹീനനാണ്. രാമായണം ഓർപ്പിക്കുന്നു അല്ലേ. ആ ഒരു രാമശബ്ദം കൊണ്ട് രത്നാകരനെ വാത്മീകി ആ ഈശ്വരത്വത്തിലേക്ക് ഉയർത്തി. ആ രാമായണം ഇന്ന് ലോകം മുഴുവൻ പാരായണം ചെയ്യുന്ന അവസ്ഥയിലേക്ക്. ഇത് ഒരു കൊള്ളക്കാരനാണോ, കാട്ടുകള്ളനാണോ നോക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. എന്താ മഹിമ? എന്താണ് അതിൻ്റെ മഹത്വം? എന്താ? രാമനാമത്തിൻ്റെ മഹിമയാണ്. ചിറകെട്ടുമ്പോൾ രാമനൊരു കല്ലുകൊണ്ടിട്ടു. പക്ഷെ എല്ലാവരും ഇട്ട ഹനുമാൻ സ്വാമി മറ്റുള്ളവരൊക്കെ നിക്ഷേപിച്ച കല്ല് പൊങ്ങിക്കിടക്കുക, ജലോപരിതത്തിലുണ്ട് ആ കല്ല്, അതിൽ ചവിട്ടി പോവാം. പക്ഷെ രാമൻ കല്ലിട്ടപ്പോൾ താഴ്ന്നു പോയി. ഹനുമാൻ സ്വാമി വിളിച്ചിട്ട് ഇതെന്താ ഇത്? ഞാൻ ഇട്ട കല്ല് താന്നു പോകും, നിങ്ങളൊക്കെ ഇട്ട കല്ല്. അതെ, ആ കല്ലുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെഴുതി വെച്ചിട്ടുണ്ട്? രാമ രാമ രാമ. അവിടെയാ കാട്ടുകൊള്ളക്കാരൻ കാട്ടിലിരുന്ന് രാമ 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 അല്ലേ ചൊല്ലി. രാമൻ ചൊല്ലി 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 ഉള്ളിലുള്ള പാപം മുഴുവൻ എരിഞ്ഞു പോയപ്പോൾ ആരായി മാറി? അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഈ ഭാഗവത സത്രവേദിയിൽ തന്നെ വന്നിരിക്കുക. അതിനുവേണ്ടി ഭാവന കൊണ്ട് തന്നെ ആദ്യം നമ്മൾ പറഞ്ഞ ആദ്യം സങ്കല്പം അല്ലേ, വിത്ത്, പിന്നെ വാക്ക്, പിന്നെ പ്രവൃത്തി. അത് ചെയ്തവർ എന്ന് പറയുമ്പോൾ എത്രമാത്രം ഉന്നതിയിലുള്ളവരാ. അപ്പം അങ്ങനെയുള്ളവരുടെ കാര്യം പറയണമെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. കാരണം ഒരു വാക്കുകൊണ്ട്, ഒരു നാരായണ എന്ന് പറയുന്ന വിളി കൊണ്ട്, ഒറ്റ ശബ്ദം കൊണ്ട് ആ അജാമിളൻ്റെ അടുക്കലേക്ക് ഭഗവാൻ ഓടി വന്നെങ്കിൽ ഇങ്ങനെ സദാ ഇവിടെ വന്നിരിക്കുന്ന അമ്മമാരെ പോലെ നാരായണീയം പാരായണം ചെയ്യുന്ന, ഭഗവാനെ സ്മരിക്കുന്ന, സത്രവേദിയിൽ വന്നിരിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അവരുടെ അവസ്ഥ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അർത്ഥാപത്തി അതോ പിന്നെ അല്ലേ ചൊല്ലാനില്ലെന്ന യുക്തിയാണ്. പറയും മലയാളം വ്യാകരണം ഉപമ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അലങ്കാരം പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്. എന്താ പറയുക? എലിയെ പിടിക്കാനായിട്ട് വെച്ച അപ്പം കോർത്തിട്ട കോലും കൊണ്ട് എലി പോയി, പിന്നെ അപ്പത്തിൻ്റെ കാര്യമെല്ലാം പറയണം എന്ന് പറയുന്ന പോലെയാണ്. അജാമിളൻ ഒരു വാക്കുച്ചരിച്ചപ്പോൾ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിൽ, മോചനം മുക്തി ലഭിച്ചെങ്കിൽ, പാപം ഹരിക്കപ്പെടുക മാത്രമല്ല മുക്തി തന്നെ ലഭിച്ചു. അവസാനം ആ ഭഗവാന്റെ പാർഷദന്മാർ വന്ന് വിമാനത്തിൽ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ വിമാനം, സ്വർണ്ണമയമായ ആ വിമാനം, ആ വിമാനത്തിൽ കൊണ്ടുപോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. ഈ ജീവിതത്തിൻ്റെ എല്ലാം ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഹരിദ്വാറിലേക്ക് പോയ ആ അജാമിളൻ എന്ന് പറയുന്ന ദുർവൃത്തനായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റുവാൻ എങ്ങനെ കഴിഞ്ഞു, എങ്ങനെ പരിവർത്തനപ്പെടുത്തുവാൻ കഴിഞ്ഞു? അത് നിങ്ങൾക്ക് സാധിക്കും, നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്ന് കാട്ടിത്തരുവാൻ വേണ്ടിയിട്ടാണ് പരീക്ഷിത്ത് രാജനോട് ശുഗബ്രഹ്മർഷി അജാമിളൻ്റെ കഥ പറയുന്നത്. പരീക്ഷിത്ത് രാജൻ ഇത് അറിയാഞ്ഞിട്ടാണോ? അല്ല, നമ്മളെപ്പോലുള്ള വരും തലമുറകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിന്ന് ആ പുണ്യം, അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ പുണ്യമാണ് ഉത്തരമായി ശുഗബ്രഹ്മർഷിയുടെ നാവിൽ നിന്ന് അമൃതഗംഗയായി ഒഴുകി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരക്കുന്നത്. ആ ചോദ്യം കൊണ്ടാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെ ചോദിക്കുക, അതിനുത്തരം നൽകുക, മിണ്ടാതെ കേട്ടുകൊണ്ട് പോവുകയല്ല. ചോദിക്കുക, സംശയം നിവൃത്തി വരുത്തുക. അങ്ങനെ ചോദിച്ച് 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 കൂടുതൽ ഉത്തരങ്ങൾ കേട്ട് അത് മനസ്സിലാക്കി. വേദമെന്ന് പറഞ്ഞാൽ തന്നെ ആ അറിവിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അറിവാണല്ലോ. അറിവെന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ എന്ന അതിനർത്ഥം. ജ്ഞാനസ്വരൂപനാണ്.
ചിത്സ്വരൂപനാണ് ഭഗവാൻ. ആ ഭഗവാനെ അറിഞ്ഞു വിളിക്കാൻ നമ്മൾ തയ്യാറായാൽ എന്താ സംഭവിക്കുക? അറിഞ്ഞു വിളിക്കാൻ തയ്യാറായാൽ എന്ത് സംഭവിക്കും? അറിഞ്ഞു വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ഒന്നും സംഭവിക്കില്ല. ഭഗവാൻ 1000 കൈകളും 1000 കാലുകളുമായി നമ്മുടെ കൂടെ ഉണ്ടാവുന്ന അനുഭവം നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എത്രമാത്രം നമ്മൾ ഉള്ളറിഞ്ഞ് ഭഗവാനെ വിളിക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോൾ ഭഗവാൻ ഓടിയെത്തും. ഗുരുവായൂരപ്പൻ ഓടി അമ്പലപ്പുഴയെത്തും, പള്ളിക്കലെത്തും, കൊല്ലത്തെത്തും, എവിടെയും എത്തും. ഭഗവാന്റെ വീടെന്ന് പറഞ്ഞാൽ അല്ലേ, അതാണ് ഭഗവാനെ ബ്രഹ്മം. ആ രൂപവും നാളും ഒന്നുമല്ല ഭഗവാൻ, അതിനൊക്കെ അപ്പുറത്ത് എല്ലാമാണ് ഭഗവാൻ. അതാണ് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കണ്ടാലും അതൊക്കെ ഭഗവാനാണ്. നമ്മൾ കാണുന്ന പോലെ വിഗ്രഹരൂപത്തിൽ ഒളിച്ചിരിക്കുന്ന ആളല്ല ഭഗവാൻ, ഭഗവാന്റെ ഉള്ളിലിരിക്കുന്നതാണ് ഈ വിഗ്രഹം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനിലെല്ലാം ഉണ്ട്, ഇതിനകത്തല്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഒരു കീർത്തനം ചൊല്ലിക്കൊണ്ട് ചുരുക്കാം. എല്ലാവരും നാരായണ ഹരേ നാരായണ എന്നുള്ള മന്ത്രം കൂടെ ചൊല്ലണം. ഞാൻ ചൊല്ലാം. നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ നാരായണ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ നാരായണ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. മോഹം പലതുമേ സാധിച്ചിടാതെ ദേഹം ക്ഷയിച്ചൊരു വൃദ്ധനായി തീർന്നു ഞാൻ. ദണ്ണവും വന്നു പിടിപ്പെട്ടുവല്ലാതെ ദണ്ണിച്ചു കൊണ്ടു കിടക്കുന്ന വേളയിൽ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ നാരായണ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. വന്നതു പോകാതെ വേറെയും ദണ്ണങ്ങൾ പിന്നെയും പിന്നെയും വന്നങ്ങീനെ ദേഹം മുഴുവനും കൈവശമാക്കിയ ദേഹിയെ ഇട്ടു വലയ്ക്കുന്ന വേളയിൽ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ദീർഘമുണ്ട്, സമയം വൈകിയതുകൊണ്ട് അത് ചുരുക്കുകയാണ്. ഇവിടെ ഭഗവാന്റെ സന്നിധിയിൽ ഗുരുവായൂരപ്പൻ്റെ മടിത്തട്ടിൽ, പെരുന്തട്ട മഹാദേവൻ്റെ മടിത്തട്ടിൽ വന്ന് ഇങ്ങനെ നിങ്ങൾക്കൊപ്പം ഇരിക്കാൻ വലിയ മഹാഭാഗ്യമായി കരുതുന്നു. അതിനെ തീർച്ചയായിട്ടും അതിന് കാരണക്കാരായിട്ടുള്ള സത്രസമിതിക്ക്, നിങ്ങൾ വന്നതുകൊണ്ടാണ് സത്രം ഇവിടെ നടക്കുന്നത്. നിങ്ങളാരും വന്നില്ലെങ്കിൽ സത്രമുണ്ടാവില്ല. നിങ്ങൾക്ക്, ഈ സത്രസമിതിയുടെ ഭാരവാഹികൾക്ക്, പെരുന്തട്ട ക്ഷേത്ര ഭാരവാഹികൾക്ക്, ഇതിനുവേണ്ടി ഓടി നടന്ന ഒരുപാട് പേർ, നമ്മളൊന്നും കാണാത്ത, കണ്ണുകൊണ്ട് കാണാത്തവർ എവിടെയൊക്കെ ഇപ്പോഴും ഓടുന്നുണ്ടാവും. അങ്ങനെയുള്ള സർവർക്കും സർവ സുഹൃതികൾക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ തൃപാദങ്ങളിൽ പൂജാപുഷ്പങ്ങളായി സമർപ്പിച്ചുകൊണ്ട് ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം. 41ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിൽ അജാമിള ഉപാഖ്യാനവും രാമനാമത്തിൻ്റെയും നാരായണനാമത്തിൻ്റെയും പ്രാധാന്യവും ഒക്കെ വിശദീകരിച്ച് ഈ സായം സന്ധ്യയെ ധന്യമാക്കിയ ശ്രീ സതീഷ് ആലപ്പുഴ, നേരത്തെ നാരായണസ്വാമിജി പറഞ്ഞതുപോലെ മലയാള മനോരമയുടെ പത്രപ്രവർത്തകനും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രചാരകനുമൊക്കെയാണ്. യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ അനേകം പ്രഭാഷണങ്ങളുണ്ട്. ധന്യമാർന്ന നമ്മുടെ വേദിയെ ശ്രേഷ്ഠമാക്കിയ ശ്രീ സതീഷിന് സത്രസമിതിയുടെ ഉപാധ്യക്ഷൻ ശ്രീ നാരായണസ്വാമി സ്നേഹ ഉപഹാരം നൽകി ആദരിച്ചു. ജ്ഞാനപ്പാനയെ സംബന്ധിച്ച് ഡോക്ടർ പി ഇന്ദിര തൃശ്ശൂർ അവതരിപ്പിക്കുന്ന പ്രഭാഷണമാണ് അടുത്തത്. ആ മഹതിയെ സ്വാഗതം ചെയ്ത് നാരായണസ്വാമി വേദിയിലേക്ക് ക്ഷണിക്കും.
ജ്ഞാനപ്പാന എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് ആദരണീയായ ഡോക്ടർ പി ഇന്ദിര തൃശ്ശൂർ അവരുകളെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.